ബ്രഹ്മസൂത്രത്തിന്റെ 24-ാമത്തെ പേജിൽ ടീക്കയിൽ 3-ാമത്തെ പങ്ക്തി മുതൽക്ക് കണ്ടോ? एवं अध्यासे प्रमाण सिद्धेति कस्य पुत्र अध्यास इति जिज्ञासायां तम उदाहर्तुं लक्षणं स्मारयति. इप्रकारम अध्यासे लक्षण प्रमाण सिद्धेति അധ്യാസത്തിന്റെ കാര്യത്തിൽ പ്രമാണം സിദ്ധമാണെങ്കിൽ പോലും എവിടെ ഏതിന്റെ അധ്യാസം എന്ന് ശങ്കയുണ്ടാവും. ഇവിടെ ശങ്കയല്ല, ജിജ്ഞാസ, അറിയാനുള്ള ഇച്ഛയാണ് ജിജ്ഞാസ എന്ന് പറയുന്നത്. എവിടെ ഏതിന്റെ അധ്യാസമാണ് നടക്കുന്നത് എന്നറിയാനുള്ള ഇച്ഛയില് തന്നും ഉദാഹർത്തും, അതിനെ ഉദാഹരിക്കാനായിട്ട് ലക്ഷണത്തെ ആദ്യം സ്മരിപ്പിക്കുകയാണ്. അധ്യാസം നാമ അധസ്മിൻ തദ്ബുദ്ധിരിത്യഗോചാമ എന്ന്. അധ്യാസം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തിടത്ത് മറ്റൊന്നിന്റെ, അതായത് സർപ്പമില്ലാത്ത കയറിൽ സർപ്പബുദ്ധി, കർത്തൃത്വമില്ലാത്ത ആത്മാവിൽ കർത്തൃത്വ ബുദ്ധി, ചൈതന്യമില്ലാത്ത അന്ധകരണത്തിൽ ചേതനത്വ ബുദ്ധി, അതിന്റെ വിഷയവും എല്ലാം അധ്യാസമാണെന്നർത്ഥം. ഇനിയാണ് ടീക്കയിൽ പറയുന്നത് ഉദാഹരതി എന്ന് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഉദാഹരതി എന്ന് ഉദ്ദേശിച്ചതും കൂടി ഒന്ന് ടീക്കയിൽ നോക്കിയിട്ട് ഭാഷ്യത്തിലേക്ക് പോകാം. തത് യഥ എന്ന് പറഞ്ഞു ഭാഷ്യത്തില്, അതിനെയാണ് വിശദീകരിക്കുന്നത്. തത് ലക്ഷണം യഥാ സ്പഷ്ടം ഭവതി തഥാ ഉദാഹൃതേ ഇത്യർത്ഥഃ. അതസ്മിൻ തദ്ബുദ്ധി എന്ന് പറഞ്ഞല്ലോ, ഈ ലക്ഷണം എപ്രകാരം സ്പഷ്ടമാകുമോ ആ രീതിയിലേക്ക് ഉദാഹരണത്തെ കാണിച്ചു തരാം. ഏതൊരു ഉദാഹരണങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അധ്യാസത്തെ സ്പഷ്ടമാകുമോ, അതായത് എത്രയും അധ്യാസം ഉണ്ടോ അത്രയും അജ്ഞാനം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അധ്യാസം ദൃഢമാവുന്നതനുസരിച്ച് അതിന് പിറകിലുള്ള അജ്ഞാനം ദൃഢമായിരിക്കും എന്നർത്ഥം. അപ്പം ഭാഷ 2-ാം പങ്ക്തിയിലെ അവസാനത്തില് തത് യഥാ പുത്ര ഭാര്യാദിഷു വികലേഷു സകലേഷു വാ അഹമേവ വികലഃ സകലോ വേദി ബാഹ്യധർമാൻ ആത്മനി അധ്യസ്ഥിതി ത്വമ. പുറമേയുള്ള തന്റെ, അതായത് ശരീരം വരെ വന്ന് നിന്നിട്ടാണ് പറയുന്നത് ബാഹ്യധർമ്മം, ബാഹ്യങ്ങളായിരിക്കുന്ന പുത്ര ഭാര്യാദികളുണ്ട്. അവരിലെ സകലത്വ വികലത്വങ്ങളെ തന്നെ സകലത്വവും വികലത്വമായിട്ട് അഭിമാനിക്കുകയാണ്. അതായത് ഭാര്യാപുത്രാദികൾക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വൈകല്യമോ വരുമ്പോൾ അത് തന്നെ വൈകല്യമായിട്ട് മനസ്സിലാക്കും. ഭാര്യാപുത്രാദികളുടെ നേട്ടം തന്നെ നേട്ടമായിട്ട് മനസ്സിലാക്കും, അല്ലേ? അതായത് കേവലം ശരീരത്തിലോ ഇന്ദ്രിയത്തിലോ മാത്രമല്ല, പിന്നെ ശരീരത്തിൽ നിന്നും വെളിയിലുള്ള വസ്തുക്കളിൽ പോലും അധ്യാസം നടത്തുന്നു എന്നർത്ഥം. അതിന് ഉദാഹരണം പറയാണ് പുത്രൻ, ഭാര്യ, മറ്റെവിടെയാണ് ഇരിക്കട്ടെ. ഇത് 2 ഉദാഹരണം വെച്ചെന്നേ ഉള്ളൂ, തൊട്ടടുത്ത് 2 പേരെടുത്ത് കാണിച്ചതാണ്. പുത്രഭാര്യാദിഷു, അവരില് വികലത്വവും സകലത്വവും നേരിടുമ്പോൾ, അപ്പോൾ വികലത്വവും സകലത്വവും ആരുടെ ധർമ്മമായിരിക്കും? പുത്രഭാര്യാദികളുടെ ധർമ്മമാണിത്. പക്ഷേ പുത്രനും ഭാര്യയുമായിട്ടുള്ള തന്റെ താതാത്മ്യം കൊണ്ട് എന്ന് പറഞ്ഞാല് ലാഭനഷ്ടങ്ങൾ പുത്രനിലും ഭാര്യാദികളിലും ആണെങ്കിൽ പോലും തന്നെ ലാഭനഷ്ടങ്ങളായിട്ട് ഗണിക്കുന്നുണ്ട്, അല്ലേ? അതെന്തുകൊണ്ടാ? അവരിൽ അധ്യാസം കൊണ്ട് പറയാണ്. സകലേഷു വികലേഷു വാ അഹമേവ വികലഃ അഹമേവ സകലോ വേദി. ഞാൻ തന്നെയാണ് താദൃശ ഗുണയുക്തൻ, ഞാനാണ് താദൃശ വികലമായിരിക്കുന്ന ധർമ്മയുക്തൻ എന്നും ആരോപിക്കുന്നുണ്ട്. ബാഹ്യധർമാൻ ആത്മനെ അധ്യസ്ഥിതി, ബാഹ്യധർമ്മങ്ങളെ ശരീരവിശിഷ്ട ആത്മാവിലേക്ക്, ഞാനെന്ന് അഭിമാനിക്കുന്ന ഇടത്തേക്ക് മറ്റുള്ളവരുടെ ധർമ്മത്തെ ആരോപിച്ചിട്ട് അഭിമാനിക്കും. ഇതിന് പ്രത്യേകിച്ച് ദൃഷ്ടാന്തം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അത് എങ്ങനെയാണെന്നുള്ളത് അറിയാലോ. ഇനി ഇതിന്റെ ഭാഗം ടീക്കയിൽ നോക്ക്. സ്വദേഹാത് ഭേദേന പ്രത്യക്ഷാഹ പുത്രാദയോ ബാഹ്യാഹ. ബാഹ്യം എന്ന് ഉദ്ദേശിച്ചത് സ്വന്തം ദേഹത്തെ അവധിയാക്കിയിട്ട് എടുത്തിട്ട് പറയാണ് സ്വദേഹാത് ഭേദേന പ്രത്യക്ഷാഹ. ഇതിലിത് ഭേദപ്രത്യക്ഷം നടന്നാൽ അവിടെ അധ്യാസം നടക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എങ്ങനെ പറയുന്നത്, സ്വദേഹാത് സ്വന്തം ദേഹത്തിൽ നിന്ന് ഭേദൻ ഭിന്നമായിട്ട് പ്രത്യക്ഷീകരിക്കപ്പെട്ടിരിക്കുന്ന പുത്രാദികളുണ്ട്, അവർ ബാഹ്യമായിട്ടാണ് ഇരിക്കുന്നത്. തദ്ധർമാൻ സാകല്യാദീൻ, ആ പുത്രാദികളുടെ ധർമ്മമാണ് സാകല്യം, വൈകല്യം. ഇതെന്താണ്? അവരുടെ നേട്ടം, അവരുടെ കോട്ടം. ആരോഗ്യകരമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാപരമായിട്ടുള്ള അവരുടെ നേട്ടവും അവരുടെ കോട്ടവും എന്ത് ചെയ്യും?
ദേഹവിശിഷ്ട ആത്മന്യധ്യസ്ഥിതി. സ്വസ്മിൻ അധ്യസ്ഥിതി എന്ന് ഉദ്ദേശിച്ചത് കേവല ചൈതന്യത്തിലേക്കല്ല അധ്യാസം നടക്കുന്നത്. കേവല ചൈതന്യത്തിന് അവിദ്യയായിട്ട് അധ്യാസം, അവിദ്യായുക്തന് അന്ധകരണമായിട്ട് അധ്യാസം, അന്ധകരണ അധ്യാസം നേരിട്ടവന് ഇന്ദ്രിയങ്ങളായിട്ട് അധ്യാസം, ഇന്ദ്രിയങ്ങളായിട്ട് അധ്യാസം നേരിട്ടിരിക്കുന്ന ആത്മാവിന് ദേഹവുമായിട്ട് അധ്യാസം. അപ്പൊ പരമ്പരയിൽ ഇത്ര അധ്യാസം കൂടെ ചേർന്നിരിക്കുന്നുണ്ട്. ഏതൊക്കെ? അജ്ഞാനം, അന്ധകരണം, ഇന്ദ്രിയം, ദേഹം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ നാം ജാഗ്രത് കാലത്ത് അഹം എന്ന് അഭിമാനിക്കുന്ന സ്ഥലം. ഈ ആത്മാവിലേക്കാണ് അന്യധർമ്മങ്ങളെ, അതായത് ബാഹ്യങ്ങളായിരിക്കുന്ന പുത്രമിത്രാദികളിൽ ഇരിക്കുന്ന ധർമ്മങ്ങളെ അധ്യസിച്ചിരിക്കുന്നത്. തദ്ധർമ്മജ്ഞാനാത് സ്വസ്മിൻ തത്തുല്യധർമാൻ അധ്യസ്ഥിത്യർത്ഥ. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ധർമ്മജ്ഞാനത്താൽ, അവരുടെ സാകല്യ വൈകല്യങ്ങളായിരിക്കുന്ന ധർമ്മജ്ഞാനത്താൽ സ്വസ്മിൻ, സ്വസ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ? തന്നിൽ എന്നാണ് അർത്ഥം. അത് മനസ്സിലായി? വിശദീകരിച്ചേ. പുത്രൻ, ഭാര്യ, സഹോദരൻ ഇവരുടെയൊക്കെ നേട്ടങ്ങൾ തന്റെ നേട്ടങ്ങളായിട്ട് താൻ ആരാന്നാ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഇവിടെ. ജ്ഞാനം, അന്ധകരണം, ഇന്ദ്രിയം, ദേഹം. അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതിന്റെ അവസാനം, അതിന്റെ എന്റെ എവിടെയായിരുന്നു എന്ന് പറ. ഇല്ല, ദേഹം. ദേഹം, ദേഹാദിവിശിഷ്ട ആത്മാവാണ് ഇവിടെ ആത്മാ. പഠിപ്പിച്ചേരുന്ന സമയത്ത് പഠിപ്പിച്ചേരുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധവാൻ ലഭത്തെ ജ്ഞാനം. അത് ഈ ജ്ഞാനം ഏത് ജ്ഞാനമാണെങ്കിലും ശ്രദ്ധയുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പൊ നോക്കിയോ, അടുത്ത മുന്നോട്ട് പറയണേ. ഭേദാപരോക്ഷ ജ്ഞാനേയ തദ്ധർമ്മ അധ്യാസ അയോഗ. ഇതിന് കാരണം പറയാണ്. ഭേദം അപരോക്ഷമായി കഴിഞ്ഞാൽ അതിന്റെ ധർമ്മത്തെ അധ്യസിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് എന്തല്ല, ധർമാധ്യാസമല്ല. നോക്കൂ, തദ്ധർമ്മജ്ഞാനാത്. ആ ധർമ്മജ്ഞാനം കൊണ്ട് ആ ധർമ്മത്തെ ഇങ്ങോട്ട് എങ്ങനെ അധ്യസിക്കുക? അത് പറ്റത്തില്ല. കാരണം ഭേദം പ്രകടമായി പോയി. ഭേദം പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ അതിന് അധ്യാസം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്താ മാനിക്കുന്നത്? സ്വസ്മിൻ എന്ന് പറഞ്ഞാല് സ്വദേഹവിശിഷ്ട ആത്മാവിൽ തുല്യധർമാൻ അധ്യസ്ഥിത്യർത്ഥ. തുല്യധർമ്മത്തിന്റെ അധ്യാസം വരികയാണ്. പിടികിടുന്നുണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിച്ചോളത്. നിങ്ങൾ ഇതിന് വലിയ ഹയർ ടെക്സ്റ്റിൽ പോലും വേറെ കാണുന്നതിന് ഇത് മുമ്പ് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞേക്കരുത്. ഒന്ന്, നമ്മൾ മറ്റുള്ള സ്ഥലത്തുള്ള ധർമ്മത്തെ തന്നിലേക്ക് അധ്യസിക്കും. അല്ലെങ്കിൽ ആ ധർമ്മത്തെ അല്ല, അതിന് സമാന തത്തുല്യമായിരിക്കും ധർമ്മത്തെ തന്നിലേക്ക് അധ്യസിക്കും. കർത്തൃത്വം അന്ധകരണത്തിലിരിക്കുന്നു, അതിനെ ആത്മാവിൽ അധ്യസിക്കാം. ആത്മാവിൽ വേണമെങ്കിൽ വേറൊരു കർത്തൃത്വത്തെയും അധ്യസിക്കാം. ഭേദം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധ്യാസം നടക്കത്തില്ല. അതുകൊണ്ടാണ് തത്തുല്യ ധർമ്മത്തെ തന്നിലേക്ക് അധ്യസിക്കുന്നത്, അതിനെ അധ്യസിക്കല്ലത്. വ്യത്യാസം മനസ്സിലായോ? അതേപോലെ നിങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു. എവിടെയാണ്? നിങ്ങളുടെ 11ാമത്തെ പേജിലെ 2ാമത്തെ പങ്ക്തിയിൽ ഒരു കാര്യം വന്നിരുന്നു. എന്നുവെച്ചാ അധിഷ്ഠാന ആരോപ്യ അംശദ്വയ അനുപലംബാത് ന്യായമധ്യാസൈതി. അധിഷ്ഠാനത്തിന്റെയും ആരോപ്യത്തിന്റെയും അനുപലംബാത്. അനുപലംബം എന്ന് ഉദ്ദേശിച്ചത് വേറിട്ടുള്ള ഗ്രഹണം നടക്കാത്തതിനാലെന്ന്. അതായത് കയറിലെ സർപ്പഗ്രഹണ സ്ഥലത്ത് കയറ് വേറെയും സർപ്പം വേറെയായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ അഹം വേറെയും, അതായത് ചൈതന്യം വേറെയും അന്ധകരണാദികളോ അഥവാ ദേഹമോ വേറെയായിട്ട് കാണപ്പെടുന്നില്ല. പിന്നെ എങ്ങനെ അധ്യസിക്കുന്നുള്ളതാണ്. ടീക്കേ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പല സ്ഥലത്തും തിരഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയും യുഷ്മദസ്മത്തുകൾ തമ്മിൽ എപ്പോഴും ന്യൂനാധിക സത്ത ആവശ്യമില്ല, സമാന സത്തയിലും അധ്യാസം നടക്കുന്നു. അതായത് അതാണ് അടുത്ത കാര്യം ഒരു നേരം പറഞ്ഞുതരാം. അപ്പം ഇതിന് ഉത്തരം കൊടുക്കുന്ന എന്താണ്? അയോദഹദീതിവത് അഹം ഉപലഭേ ഇതി ദൃക് ദൃശ്യോരുപലംബാത്. ദൃക്കായിരിക്കുന്ന ചൈതന്യവും ദൃശ്യമായിരിക്കുന്ന വസ്തുക്കളും തമ്മിൽ, അതായത് അന്ധകരണാദികളും തമ്മിൽ അധ്യാസം നടന്നിട്ട് ഗ്രഹിക്കുന്നുണ്ട്. ഏതുപോലെ? അയോദഹദീതിവത്. ഇതെന്തുകൊണ്ടാണ് ഈ ഉദാഹരണം കൊടുത്തത്? അയം സർപ്പ എന്നുള്ള ഉദാഹരണം എന്തുകൊണ്ട് കൊടുത്തില്ല? അയം സർപ്പ എന്നുള്ള സ്ഥലത്ത് സർപ്പത്തെയും കയറിനെയും ഭിന്നമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതേപോലെ ദാഷ്ടാന്തികമായിരിക്കുന്ന ആത്മാവിനെയും അനാത്മാവിനെയും നമ്മൾ വേറിട്ട് കാണൂല. ജ്ഞാനിക്ക് മാത്രമേ ആ സ്ഥിതി എത്തത്തുള്ളൂ. പിന്നെയോ ഞാൻ എന്ന് അഭിമാനിക്കുന്ന സ്ഥലത്തിന് ദൃഷ്ടാന്തം കൊടുത്തത് അയോദഹതി എന്നുള്ളതാണ്. അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. ഈ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നെറ്റ് തെരഞ്ഞാലും അവർ പറയും എല്ലാ സ്ഥലത്തും വേണമെന്നില്ല.
ChatGPT ആയിട്ട് ഒരു ചർച്ച നടന്നപ്പോൾ ChatGPT പറഞ്ഞു ഈ അയോദഹതി എന്നുള്ള സ്ഥലത്തെ പ്രശ്നം എന്താണോ, അയസ് ഇരുമ്പ് വ്യാവഹാരിക സത്തയുള്ള വസ്തുവാണ്, വന്നി വ്യാവഹാരിക സത്തയുള്ള വസ്തുവാണ്, കയറിൽ സർപ്പം കയറിന് വ്യാവഹാരിക സത്ത, സർപ്പത്തിന് പ്രാതിഭാസിക സത്ത. ഇവിടെ ഇപ്പോൾ അയോദഹതി എന്നുള്ളതിന് സമാന സത്യമായി കഴിഞ്ഞാൽ പരസ്പര അധ്യാസം എങ്ങനെ നേരിടും? സത്യ അനൃത മിഥുനീകൃത്യ എന്ന് പറഞ്ഞ ഒരു സത്യവസ്തുവും ഒരു അനൃത വസ്തുവും തമ്മിലുള്ള മിഥുനീകരണമാണ് വേണ്ടത്, അല്ലെ? ചുരുക്കി പറഞ്ഞാൽ അധിക സത്യയും ന്യൂന സത്യയും തമ്മിലുള്ള മിഥുനീകരണമാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ GPT ഒക്കെ ചോദിച്ചാൽ പറയും ഇതിന് നിർബന്ധമില്ല. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം, നിർബന്ധിച്ച് കാണിച്ചു തരാം ഇത് വരുന്നത് എങ്ങനെയാണ്. അതായത് അയസ്സില് കാണുന്ന വന്നി സംസൃഷ്ട വന്യ മാത്രമാണ്. അവിടെ ഒരു ശുദ്ധവന്യുണ്ട്. ആ ശുദ്ധവന്യയിലേക്കാണ് സംസൃഷ്ട വന്യയിലെ വന്നി നഷ്ടപ്പെടുമ്പോൾ ലീനമായി പോകുന്നത്. വിറകിലെ വന്യ എങ്ങോട്ട് പോകുന്നിരിക്കും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ? അത് വന്യ സാമാന്യത്തിലേക്ക് ലീനമാവെന്ന് പറയും. ഈ വന്യ സാമാന്യത്തെ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ വന്യ സാമാന്യം അയസുമായിട്ട് സംബന്ധിച്ചിരിക്കുന്ന വ്യവസ്ഥ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ടാണ് ആത്മാനാത്മ അധ്യാസം നടക്കുന്നതിന് ഈ ഒരു ദൃഷ്ടാന്തം കൊടുത്തത്. എന്താ? വേറിട്ട് നിങ്ങൾക്ക് വന്യയെ കാണാൻ പറ്റത്തില്ല. വേറിട്ട് അയോഗോളത്തെ കാണാൻ പറ്റും. അതേപോലെ ചത്തു കഴിഞ്ഞാൽ ശരീരത്തെ വേറിട്ട് കാണാൻ പറ്റും. പക്ഷെ അഹം എന്ന് അഭിമാനിക്കുന്ന സ്ഥലത്ത് രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത്രയും ഗഹനമായിരിക്കുന്ന ഒരു അർത്ഥമാണ് ഇവിടെ കൊടുത്തു വെച്ചത്. ഇവരിത് ക്ലിയാരിറ്റി തരത്തില്ല. അത് നിങ്ങൾക്ക് തെരഞ്ഞു പിടിച്ച് കാണേണ്ടിയിരുന്നു. പറയാണ് ഭേദ അപരോക്ഷജ്ഞാനിത്ത ധർമ്മ അധ്യാസായുക. ഭേദത്തിന്റെ അപരോക്ഷജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ധർമാധ്യാസം നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് തന്നിൽ മറ്റൊരു സമാന ധർമ്മത്തെ കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. താദൃശ കൽപ്പന നടത്തിക്കൊണ്ടുള്ള അധ്യാസം മാത്രമാണിത്. അന്യഥാഖ്യാതി അനംഗീകാരാച്ച ദ്രഷ്ടവ്യം. വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളണം. അന്യഥാഖ്യാതി നമ്മൾ മാനിക്കുന്നില്ല. ഓക്കെ, ഒരു ധർമ്മത്തെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമൊന്നുമില്ല. അധ്യാസം തന്നെ വേണം. അധ്യാസം അനിർവചനഖ്യാതിവാദികളായതുകൊണ്ട് എന്ത് മാനിക്കാം? പുതിയൊരു ധർമ്മോത്പത്തി മാനിക്കാം. ഓക്കെ, പുതിയൊരു ധർമ്മോത്പത്തി മാനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വേദാന്ത പരിഭാഷ ഗ്രന്ഥത്തിലാണെങ്കിൽ, കൈലാസ ടെക്സ്റ്റിലാണെങ്കിൽ 101 101 പേജിൽ എടുത്തു നോക്കിയാൽ മതി. ദേഹേന്ദ്രിയ ധർമാൻ മനോവിശിഷ്ട ആത്മനി അധ്യസതീത്യാഹ. ഇനി നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോവാണേ. ദേഹ ഒന്ന്, ഇന്ദ്രിയ ധർമാൻ. ദേഹധർമാൻ ഇന്ദ്രിയ ധർമാൻ എന്ന് രണ്ടെണ്ണം ഉണ്ട്. ഇത് ഒന്നിച്ചെടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ഭാഷ്യത്തിൽ ഇപ്പോ ഒന്നിച്ചു കൊണ്ടു രണ്ട് ഘട്ടമായിട്ടാണ്. ഓക്കെ, ദേഹ ധർമാൻ ഇന്ദ്രിയ ധർമാൻ എവിടെയാ? മനോവിശിഷ്ട ആത്മനി അധ്യസ്ഥിതി. മനോവിശിഷ്ട ആത്മാവിലേക്ക് അധ്യാസം നടക്കുകയാണ് എന്ന് പറയാം. പൂർവ്വത്തിലെ അധ്യാസം നടന്ന സ്ഥലത്തേക്കുള്ള അധ്യാസമാണെന്ന് അർത്ഥം. ഭാഷ്യം കാണു. തഥാ ദേഹധർമാൻ. ആദ്യം നമുക്ക് ദേഹധർമ്മങ്ങൾ ആത്മാവിൽ മനോവിശിഷ്ട ആത്മാവിലേക്ക് എങ്ങനെയാണ് അധ്യസിക്കുന്നത് നോക്കിക്കോ. കൃശോഹം സ്ഥൂലോഹം കൃശോഹം ഗൗരോഹം തിഷ്ടാമി ഗച്ഛാമി ലംഘയാമി ഇതി ചേതി. സ്ഥൂലോഹം, സ്ഥൂലത ആർക്കുള്ളതാ? ശരീരത്തിനുള്ളതാണ്. തടിച്ചത് ശരീരമാണ്. പക്ഷെ അഭിമാനിക്കുന്ന എങ്ങനെയാ? ഞാൻ തടിച്ചവൻ എന്നാണ്. അതെന്തുകൊണ്ടാ? ശരീരമായിട്ടുള്ള അന്ധകരണവിശിഷ്ട ആത്മാവിന്റെ അധ്യാസം കൊണ്ട് ചൈതന്യത്തിലേക്ക് സ്ഥൂലധർമ്മത്തിന്റെ അധ്യാസം നടക്കുകയാണ്. സ്ഥൂലധർമ്മം ആരുടേതാ? ശരീരത്തിന്റെ. ശരീരവും ആത്മാവായിട്ടുള്ള അധ്യാസം കൊണ്ട് ശരീരത്തിന്റെ ധർമ്മം ആത്മാവിലേക്ക് അധ്യസിക്കുകയാണ്. കൃശോഹം, ഞാൻ മെലിഞ്ഞവനാണ്. മെലിച്ചിൽ എന്നുള്ളത് ശരീരത്തിന്റെ ധർമ്മമാണ്. അതെങ്ങോട്ട് അധ്യസിച്ചു? ചൈതന്യത്തിലേക്ക്. അപ്പോഴാണ് കൃശോഹം എന്ന് ബോധവും ശബ്ദപ്രയോഗവും നടത്താൻ പറ്റുന്നത്. ഗൗരോഹം, വെളുപ്പും കറുപ്പും ഒക്കെ ശരീരത്തിന്റെ ധർമ്മമാണ്. അതെങ്ങോട്ട് അധ്യസിക്കുകയാണ്? വിശിഷ്ടാത്മാവിലേക്ക്, അന്ധകരണവിശിഷ്ടാത്മാവിലേക്ക് അധ്യസിക്കുകയാണ്. അതാണ് ഗൗരോഹം. തിഷ്ഠാമി, ഞാൻ നിൽക്കുകയാണ്. ശരീരമാണ് നിൽക്കുന്നത്, എന്നിട്ടും ശരീരധർമ്മത്തെ അധ്യസിക്കുകയാണ്. ഗച്ഛാമി, ഞാൻ നടക്കുന്നു, പോകുന്നു. ഗമനത്തെ എങ്ങോട്ട് അധ്യസിച്ചു? ആത്മാവിലേക്ക് അധ്യസിച്ചു. ലംഘയാമി, പങ്കും ലംഘയതേ ഗിരിം എന്നുള്ള സ്ഥലത്തെ ആത്മനിപദമാണ് കാണുക. ധാതുപാഠത്തിൽ ആത്മനിപദമേ കാണത്തുള്ളത്. ഇതിന് പരസ്യപദം കൂടി ഉണ്ടെന്നുള്ളതാണ് ഭാഷ്യകാരനിലൂടെ മനസ്സിലാക്കാൻ പറ്റുക. ലംഘയാമി, ലംഘഗതോ ധാതുവാണിത്. എന്നപ്പോൾ നിച്ച് പ്രത്യയം വന്നതുകൊണ്ടാണ് ലംഘയാമി അല്ലെങ്കിൽ ലംഘാമി എന്നേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ലംഘയാമി എന്നുള്ളത് മറ്റൊരാളെ ഗമിപ്പിക്കുന്നു, കടത്തിവിടുന്നു എന്നർത്ഥം. ഇത്രയും എന്താണ് പറഞ്ഞത്? ശരീരത്തിന്റെ ധർമ്മങ്ങൾ വിശിഷ്ടാത്മാവിലേക്ക് അധ്യസിക്കുന്നത് കാണിച്ചതാണ്. ഇനി എന്ത് വേണം? തഥാ, ഇനി ഇന്ദ്രിയധർമ്മങ്ങളെ കാണിക്കാണ്. ഇന്ദ്രിയധർമാൻ
മൂകഃ കാണഃ ക്ലീബഃ ബധിരഃ അന്ധോഹമിതി. അപ്രകാരം എപ്രകാരം ശരീരത്തിന്റെ ധർമ്മങ്ങൾ ആത്മാവിലേക്ക് അഭ്യസിക്കപ്പെടുന്നുവോ ഇതേപോലെ ഇന്ദ്രിയധർമ്മങ്ങളും ഏതാത്മാവിലേക്ക് അന്ധക്കരണ വിശിഷ്ട ചൈതന്യത്തിലേക്ക് അഭ്യസിക്കുകയാണ്. എങ്ങനെയാ നോക്കിയോ? മൂകഃ, സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ മൂകഃ. ഇത് ഏതിന്റെ വൈകല്യമാണ്? വാക്ക് എന്നുള്ള ഇന്ദ്രിയത്തിന്റെ വൈകല്യമാണിത്. ഓക്കെ, അതങ്ങോട്ട് അധ്യസിച്ചു, ആത്മാവിലേക്ക് അധ്യസിച്ചിരിക്കുകയാണ്, വിശിഷ്ടാത്മാവിലേക്ക്. കാണഹ, കാണഹ എന്ന് പറഞ്ഞ ഒറ്റക്കണ്ണൻ, സൈക്ലോപ്സ്. അല്ലെങ്കിൽ എന്ത് പറ്റിയനെ? അന്ധഹ എന്നായനെ. ഒറ്റക്കണ്ണന് കാണാൻ പറ്റുമോ? ഒറ്റക്കണ്ണന് കാണാനൊക്കെ പറ്റും. ക്ലീബഹ, ക്ലീബഹ എന്ന് പറഞ്ഞാല് നപുസ്സകത്വം. ടീക്കേ. ബധിരഹ, ചെവിട് കേൾക്കുന്നില്ലെങ്കിൽ ബധിരത്വം. കണ്ണ് കാണുന്നില്ലെങ്കിലോ, രണ്ട് കണ്ണും കാണുന്നില്ലെങ്കിൽ അന്ധഹ. ഇതെല്ലാം തന്നെ ഇന്ദ്രിയധർമ്മമായിട്ട് പോലും ആത്മാവിലേക്ക് അധ്യസിക്കുന്നത് കൊണ്ടാണ് ബധിരോഹം, ക്ലീബോഹം, അന്ധോഹം, കാണോഹം, മൂകോഹം, ഞാൻ മൂകനാകുന്നു, ഞാൻ കാണനാകുന്നു എന്നൊക്കെ അഭിമാനിക്കുന്നത്. വാസ്തവത്തിൽ ആത്മാവില് ഇതൊന്നും തന്നെ ഇല്ല. ടീക്ക നോക്ക്. കൃശത്വാദി ധർമ്മവതോ ദേഹാദേർ ആത്മനി താതാത്മ്യേന കൽപ്പിതത്വാത്. കൃശത്വാദി ധർമ്മം ആരുടേതാ? ദേഹത്തിൻ്റെതാണ്. ആത്മനി താതാത്മ്യേന കൽപ്പിതത്വാത്. ഇങ്ങനെ ഇരിക്കുന്ന ദേഹത്തെയാണ് ആത്മാവിലേക്ക് കൽപ്പിച്ചത്. ധർമ്മവിശിഷ്ട കൃശത്വാദി ധർമ്മവിശിഷ്ട ദേഹത്തെ ആത്മാവിലേക്ക് താതാത്മ്യം ചെയ്തിരിക്കുകയാണ്. താതാത്മ്യേന കൽപ്പിതത്വാത് തദ്ധർമാഹ സാക്ഷാത് ആത്മന്യ അധ്യസ്ഥാഹ. അതിന്റെ ധർമ്മങ്ങൾ, ഏതിന്റെ? ദേഹത്തിന്റെ ധർമ്മങ്ങൾ. അതായത് ധർമ്മികൾ തമ്മിലുള്ള കൈമാറ്റം, അധ്യാസം. ധർമ്മിയാരാ? ദേഹവും ആത്മാവും. അവ തമ്മിൽ അധ്യസിച്ചത് കൊണ്ട് ധർമ്മിയായിരിക്കുന്ന ദേഹത്തിന്റെ ധർമ്മമായിരിക്കുന്ന കൃശത്വത്തെ എങ്ങോട്ട് അധ്യസിച്ചു? ആത്മാവിലേക്ക് അധ്യസിച്ചു. സാക്ഷാത് നേരിട്ട് തന്നെ അധ്യസിക്കും. അധ്യസ്ഥ ഇത് മന്തവ്യം. ഇപ്രകാരം മനസ്സിലാക്കിക്കൊള്ളാം. അജ്ഞാത പ്രത്യക് രൂപേ സാക്ഷിണി മനോധർമ്മ അധ്യാസമാഹ. ശ്രദ്ധിച്ചോ? അജ്ഞാതം എന്ന് പറയുന്ന അർത്ഥം, അജ്ഞാനത്തിന്റെ വിഷയമാണ് അജ്ഞാതം, ജ്ഞാനത്തിന്റെ വിഷയമാണ് ജ്ഞാതം. അജ്ഞാനത്തിന്റെ വിഷയമാണ് അജ്ഞാതം. കേവല ബ്രഹ്മസ്വരൂപം ഇപ്പോൾ ജ്ഞാതമാണോ? കൂടസ്ഥ ബ്രഹ്മത്തെ അറിയാമെന്ന് വെച്ചാൽ, ഘടത്തെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരൂപദൃഷ്ടിയാന്ന് പറഞ്ഞാണോ പോവുക? പഠിക്കുന്ന സമയത്ത് അതിന്റെ ട്രാക്ക് പിടിച്ച് പോയാൽ കാര്യം മനസ്സിലാവും. ഇല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ആകാശത്തുണ്ടാവും. സ്വരൂപദൃഷ്ടിയ, ജ്ഞാനിയുടെ ദൃഷ്ടിയാന്ന് പറഞ്ഞു വരണ്ട. ഓക്കെ, നമ്മൾ വളരെ ബേസിക് ആയിട്ട് ഇത് ചിന്തിച്ചാൽ കാര്യം പിടികിട്ടും. നമ്മൾ ഹൈപ്പ് കയറാൻ തുടങ്ങി നമുക്ക് ഉള്ളതും കയ്യിൽ പോകും. ഇതിനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. അവിടെ ഇതിനനുസരിച്ച് നിൽക്കുക. അപ്പോൾ കേവലനായിരിക്കുന്ന പരമാത്മ അത് പ്രത്യക്കിന്റെ സ്വരൂപം തന്നെയാണ്. ഇത് അജ്ഞാതമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ജ്ഞാതമല്ല. അജ്ഞാതമായിട്ട് ആ പ്രത്യക് രൂപം പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ട്, അജ്ഞാതമായിട്ട് പ്രകാശിക്കുന്നുണ്ട്. അജ്ഞാതമായിട്ട് പ്രകാശിച്ച അവന്റെ പേരെന്താ? സാക്ഷി. അതാണ് ഈ പറയുന്നത്. അജ്ഞാത പ്രത്യക് രൂപണി സാക്ഷിണി എന്ന് പറഞ്ഞത് തന്നെ. അത് മനസ്സിലായോ? അജ്ഞാതമായിട്ടിരിക്കുന്ന വസ്തു, അജ്ഞാനത്തിന്റെ വിഷയം, കേവല സ്വരൂപൻ അജ്ഞാനത്താൽ ആവൃതനായാൽ അവന്റെ പേരാണ് സാക്ഷി. അവൻ സാക്ഷി രൂപത്തിൽ പ്രകാശിക്കും. അജ്ഞാതേ അജ്ഞാന വിശിഷ്ടേ അജ്ഞാനാവൃതൻ. അപ്പോൾ അവൻ സാക്ഷിയായി. പ്രത്യക് രൂപൻ സ്വസ്വരൂപനായിരിക്കുന്ന സാക്ഷിയിൽ, സാക്ഷി സ്വരൂപത്തിലാണ്. കാരണം കേവലിലേക്ക് അല്ലത്, നിങ്ങളുടെ സാക്ഷിയിലേക്കാണ് ഇനി ധർമ്മങ്ങൾ എത്തിയിരിക്കുന്നത്. ആരാ ധർമ്മ? മനോധർമ്മ അധ്യാസമാഹ. മനസ്സിന്റെ ധർമ്മങ്ങളെ സാക്ഷിയിലേക്ക് അധ്യസിക്കണമെങ്കിൽ ആദ്യം ആരുടെ അധ്യാസം നടന്നിരിക്കും? ശ്രദ്ധിച്ചു കേട്ടോ. മനസ്സിന്റെ ധർമ്മങ്ങളെ സാക്ഷിയിലേക്ക് അധ്യസിക്കണമെങ്കിൽ, മനസ്സിന്റെ ധർമ്മങ്ങളെ സാക്ഷിയിലേക്ക് അധ്യസിക്കണമെങ്കിൽ ആദ്യം ആരുടെ അധ്യാസം നടന്നിരിക്കും? വളരെ സിമ്പിൾ ചോദ്യമാണ്. പഴയ ക്ലാസ്സൊക്കെ പഠിച്ചിരുന്ന ഇവിടെ സിമ്പിളായിട്ട് ഉത്തരം പറയാം. അതാണ് ഞാൻ പറയുന്നത് പഠിക്കാതെ പണ്ട് പഠിച്ചു വെച്ച സാധനം വിളമ്പാൻ വരരുത് ഞാൻ ആദ്യം പറയാൻ കാരണം. നിങ്ങൾക്കുള്ളതും പോലും നഷ്ടപ്പെടും. മനസ്സിന്റെ അധ്യാസം, അന്ധകരണത്തിന്റെ അധ്യാസം, ധർമ്മിയുടെ അധ്യാസം നടക്കുമ്പോഴാണ് ധർമ്മത്തിന്റെ അധ്യാസം നടക്കുന്നത്. ബേസിക് ആദ്യം പറഞ്ഞതല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന്റെ ബേസിക് പോലും പഠിക്കാത്ത കുട്ടികളെ? ധർമ്മിയുടെ അധ്യാസം മൂലമായിട്ടാണ് ധർമ്മ അധ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ ധർമ്മ അധ്യാസം നടക്കണമെങ്കിൽ എന്തുണ്ടാവണം എന്ന് ചോദിച്ചാൽ പറയാൻ പാടില്ലേ ധർമ്മിയുടെ അധ്യാസം ഉണ്ടാവണം എന്നുള്ളത്? മനോധർമ്മ അധ്യാസമാഹ. സാക്ഷിണി മനോധർമ്മ അധ്യസിക്കുകയാണ്. അതിന്റെ മുന്നേ തന്നെ സാക്ഷിയില് മനസ്സിന്റെ അധ്യാസം നടന്നിരിക്കും. കണ്ടോ? അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്?
മൂകഹ കാണഹ ക്ലീബഹ സോറി അത് കഴിഞ്ഞ ശേഷം മുന്നോട്ട് നോക്കിയോ 25-ാം പേജിൽ ഭാഷ്യത്തിന്റെ 25-ാം പേജിൽ നോക്ക്. തഥാ അന്ധകരണധർമാൻ കാമ സങ്കല്പ വിചികിത്സ അധ്യവസായാദീൻ. അധ്യസ്ഥിതി എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ കൊണ്ട് സന്നിധിച്ചോ. തഥാ അപ്രകാരം എപ്രകാരം ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ധർമാധ്യാസം ആത്മാവിൽ നടന്നുവോ അതെവിടെയായിരുന്നു? ശരീരത്തിന്റെ ധർമ്മങ്ങളെ ശരീരമായിട്ട് താതാത്മ്യ അധ്യാസം നടത്തിയിരിക്കുന്ന ആത്മാവിലേക്ക് അധ്യസിച്ചു. ഇന്ദ്രിയധർമ്മങ്ങളെ ഇന്ദ്രിയങ്ങളുമായിട്ട് അധ്യാസം നേരിട്ടിരിക്കുന്ന ഇന്ദ്രിയത്തിന് ആരുടെ അധ്യാസമായിരുന്നു? ആദ്യമേ അധ്യാസം നേരിട്ടിരിക്കുന്ന അന്ധകരണാവച്ചന് ചൈതന്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ആത്മാവിലേക്ക് ഇന്ദ്രിയധർമ്മങ്ങളെ അധ്യസിച്ചിരിക്കുകയാണ്. കാരണം ഇന്ദ്രിയങ്ങൾക്ക് അന്ധകരണാവച്ചന് ചൈതന്യമായിട്ടുള്ള അധ്യാസം നേരിട്ടതിനാൽ. ഇനിയാണ് പറയുന്നത് അന്ധകരണ ധർമ്മങ്ങളുടെ അധ്യാസം എവിടത്തേക്ക്? അന്ധകരണമായിട്ട് താതാത്മ്യ അധ്യാസം നടന്നിരിക്കുന്ന ആത്മാവിലേക്ക്. അതാണ് ഈ കാണിക്കുന്നത്. അന്ധകരണ ധർമാൻ, അന്ധകരണത്തിന്റെ ധർമ്മങ്ങളെ ഏതൊക്കെയാ? കാമം, കാമം എന്ന് പറഞ്ഞ ഇച്ഛ, സങ്കല്പം, സങ്കല്പം തന്നെ. പിന്നെന്താ? വിചികിത്സ, വിചികിത്സ എന്ന് പറഞ്ഞ സംശയം, അധ്യവസായം എന്ന് പറഞ്ഞ നിശ്ചയം, അധ്യവസായാദീൻ കാൻ ധർമാൻ, അധ്യവസായ നിശ്ചയാദികളായിരിക്കുന്ന ധർമ്മങ്ങളെ എങ്ങോട്ടേക്ക് അധ്യസിക്കും? ആത്മാവിലേക്ക് അധ്യസിക്കും. ധർമ്മങ്ങളെ ആദ്യമേ ധർമ്മമായിട്ട് അധ്യസിച്ചിരിക്കുന്ന ആത്മാവിലേക്ക് അധ്യസിക്കും. ഇതേതായിരിക്കും ധർമ്മി? ഇവിടെ അന്ധകരണവുമായിട്ട് താതാത്മ്യ അധ്യാസം നടന്ന ധർമ്മി ആരായിരിക്കും? സാക്ഷി ചൈതന്യം. ഇതാണ് നമ്മൾ ടീക്കൽ ആദ്യം പറഞ്ഞത്. പ്രത്യക്ഷ രൂപേ സാക്ഷിണി. ടീക്കേ, ആ പ്രത്യക്ഷ രൂപ സാക്ഷിയില് മനസ്സിന്റെ അധ്യാസം ആദ്യമേ നടന്നു. ഇനി ഇവിടെ കാണിക്കുന്നത് മനോധർമ്മങ്ങളുടെ അധ്യാസം മാത്രമാണ്. അതുകൊണ്ട് ആദ്യം മാനിച്ചു കൊള്ളണം, മനസ്സിന്റെ അധ്യാസം നടന്നിട്ടുണ്ട്. മനോധർമ്മം അധ്യസിക്കണമെങ്കിൽ ആദ്യം മനോധ്യാസം നടന്നിരിക്കണം. ധർമ്മീയ അധ്യാസം നടന്ന ശേഷം ധർമാധ്യാസം വരുന്നു. ടീക്ക നോക്കിനി. ധർമാധ്യാസം മുക്ത തദ്വദേവ ധർമാധ്യാസം മുക്ത തദ്വദേവ ധർമ്മി അധ്യാസമാഹ. ധർമ്മ അധ്യാസം പറഞ്ഞിട്ട് ധർമാധ്യാസം പോലെ തന്നെ ധർമ്മിയുടെ പരസ്പര അധ്യാസം പറയാൻ പോവാണ്. ഭാഷ്യം കണ്ടോ? ഏവം അഹം പ്രത്യയിനം അശേഷ സ്വപ്രചാര സാക്ഷിണി പ്രത്യേകാത്മനി അധ്യസ്യ പഞ്ചപ്രത്യേകാത്മാനം സർവസാക്ഷിണം തദ്വിപരേണ അന്ധകരണാദിഷു അധ്യസ്യതി. ഏവം ഇപ്രകാരം. ഇപ്രകാരം ഉദ്ദേശം എങ്ങനെയാ? ധർമാധ്യാസാനന്തരമുള്ള ധർമ്മ്യ അധ്യാസം നടന്നതുപോലെ ഇനി രണ്ട് ധർമ്മികളെ പിടിച്ച് അധ്യസിക്കുകയാണ്. ഏതൊക്കെയാ നോക്കുക. ഏവം അഹം പ്രത്യയനം, അഹം പ്രത്യം അസ്മിൻ അസ്തീതി അഹം പ്രതീ എന്ന് പറഞ്ഞ അന്ധകരണം. അഹം പ്രത്യയനം എന്ന ഉദ്ദേശം എന്താണ്? അന്ധകരണം. അപ്പൊ അന്ധകരണത്തെ ദ്വിതീയാന്തായിട്ട് എടുക്കുക. അശേഷ സ്വപ്രചാര സാക്ഷിണി, സകല സ്വന്തം പ്രചാരങ്ങളെയും നോക്കിക്കൊണ്ടിരിക്കുന്ന സാക്ഷിയിലേക്ക്. സ്വപദം കൊണ്ട് അന്ധകരണം എടുക്കുക. സ്വപ്രചാരം എന്ന് പറഞ്ഞാല് അന്ധകരണത്തിന്റെ വൃത്തികൾ. അങ്ങനെ ഇരിക്കുന്ന സകല അന്ധകരണ വൃത്തികളുടെയും ദ്രഷ്ടാവാണ് ആര്? സാക്ഷി. അതാണ് ഈ പറയുന്നത് സകല സ്വപ്രചാര സാക്ഷിയായി. സകല സ്വപ്രചാരങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷിയിലേക്ക്. അശേഷ സ്വപ്രചാര സാക്ഷി. ആരാ സ്വപ്രചാര സാക്ഷി? പ്രത്യേകാത്മ. അതിന്റെ സപ്തമെന്തമാണ്? സാക്ഷിണി. അതുകൊണ്ടാണ് മുന്നോട്ട് പ്രത്യേകാത്മനി എന്ന് പറയുന്നത്. പ്രത്യേകാത്മനെ അധ്യസ്യ. ആരെ എവിടെ അധ്യസിക്കുകയാണ് ഇവിടെ ഇപ്പോൾ? വേഗം പറ. അന്ധകരണത്തെ പ്രത്യേകാത്മാവിൽ. അന്ധകരണത്തെ പ്രത്യേകാത്മാവിൽ അധ്യസിക്കുക. പ്രത്യേകാത്മാ ആരുടെ ആത്മാവ്? സാക്ഷി. സാക്ഷിയുടെ ആത്മാവാണോ അല്ല തന്റെ സ്വരൂപമാണോ? സാക്ഷിയുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സാക്ഷിയുടെ സാക്ഷി എന്ന് ഉദ്ദേശിച്ചതേ തന്റെ വാസ്തവ സ്വരൂപമാണിത് പ്രത്യേകാത്മ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ ഇവിടെ ഇപ്പോൾ സാക്ഷിയിലും എന്തുണ്ട്? അധ്യാസം നടന്നിട്ടുണ്ട്. ആരുടെ? അന്ധകരണത്തിന്റെ. അത്രയും മാത്രമല്ല, സാക്ഷി തന്നെ ഒരു അധ്യസ്ഥ സ്വരൂപവും കൂടിയാണ്. അല്ലേ? അവിദ്യയും ചൈതന്യവും തമ്മിൽ അധ്യസിച്ചപ്പോഴല്ലേ സാക്ഷി ഉണ്ടായത്? ആ അനാദിയായിരിക്കുന്ന സാക്ഷി ചൈതന്യത്തിലേക്കാണ് ആരെ അധ്യസിച്ചത്? അന്ധകരണത്തെ അധ്യസിച്ചത്. ഓക്കെ, കേവല ചൈതന്യത്തിലേക്കല്ല സാക്ഷിയുടെ അധ്യാസം വരുന്നത്. അധ്യസ്ഥ ചൈതന്യത്തിലേക്കാണ് മറ്റൊരു അധ്യാസം കയറി വരുന്നത്. ഇനി തലതിരിച്ചിടാൻ പോവാണ്. പോമേട്ടോ അധ്യസ്യ. ഇനി എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഇത്രയും ഭാഗം ടീക്ക കണ്ടുപോട്. കാരണം ഇനി മുന്നോട്ടേക്ക് സ്വരൂപാധ്യാസമാണ് അവതരിപ്പിക്കുക. പഞ്ചപ്രത്യേകാത്മാനം. അതായത് നമ്മൾ 8 അധ്യാസത്തെ പറഞ്ഞിരുന്നു. ജ്ഞാനാധ്യാസം, അർത്ഥാധ്യാസം എന്നുള്ളത് സാമാന്യമായിട്ട് എല്ലാവരുടെയും അനുസ്യൂതമായിട്ടിരിക്കും.
പിന്നെന്താ ധർമ്മ അധ്യാസം അതും നമ്മൾക്ക് എല്ലാ സ്ഥലത്തും കാണാം. പിന്നെന്താ ഉള്ളത്? സംസർഗ അധ്യാസം, സ്വരൂപാധ്യാസം, നിരൂപാധിക അധ്യാസം, സ്വാഭാവിക അധ്യാസം, ഇങ്ങനെ 8 പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾക്ക് സംസർഗ അധ്യാസം, സ്വരൂപാധ്യാസത്തെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരൂപാധ്യാസത്തിന്റെ വേറിട്ടൊരു ഘട്ടമാണ് തഞ്ചപ്രത്യേകാത്മാനം സർവസാക്ഷിണം തദ്വിപരേണ അന്ധക്കരണാദിഷു അധ്യക്ഷതി എന്നുള്ള ഭാഗത്തിലൂടെ വരാൻ പോകുന്നത്. അതിന്റെ മുന്നേ ഇപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന സംസർഗ അധ്യാസത്തെയാണ് നമ്മൾ ഇനി ടീക്കയിലൂടെ വിശദീകരിക്കുന്നത്. ടീക്ക കാണു, 25-ാം പേജിലെ ടീക്ക. അന്ധക്കരണം സാക്ഷിണി അഭേദേന അധ്യസ്യ. നോക്ക്, ആദ്യത്തെ ഘട്ടം ഭാഷ്യത്തിലില്ല. അന്ധക്കരണം ദ്വിതീയാന്തമാണ്. സാക്ഷിണി സാക്ഷിയിലേക്ക്, ഭാഷ്യത്തിൽ വന്നത്, ഭാഷ്യത്തിൽ ഏവം എന്ന് പറഞ്ഞു തുടങ്ങിയ സംഭവമാണ് കേട്ടോ ഈ വിശദീകരിക്കുന്നത്. ഏവം ഇപ്രകാരം എന്ന് ഉദ്ദേശിച്ചത് അന്ധക്കരണത്തെ സാക്ഷിയിലേക്ക് അഭേദേന അധ്യസ്യ. അഭേദേന എന്ന് ഉദ്ദേശം എന്താണ്? ഏകത്വേന. അധ്യാസം നടക്കുമ്പോൾ ഏകത്വ അധ്യാസമാണ് നടക്കുന്നത്. ടീക്കേ, സാക്ഷിണി അഭേദേന അധ്യസ്യ എന്ന് പറയാൻ സാക്ഷിയെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സാക്ഷി ഭാസിക്കുന്ന സമയത്ത്, ഏത് സമയത്താണ് ഈ അന്ധക്കരണം സാക്ഷിയിലേക്ക് അധ്യസിച്ചിട്ട് ഭാസിക്കുന്നത്? എപ്പോഴും എപ്പോഴും ഇല്ലടോ, വല്ലപ്പോഴും. അതായത് ജാഗ്രത കാലത്ത് മാത്രമാണ് അന്ധക്കരണം വെളിയിലേക്ക് ചാടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് തിരിച്ചു വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ അജ്ഞാനത്തിൽ ലീനമായിട്ടിരിക്കുകയാണ് സുഷുപ്തി കാലത്ത്. സ്വപ്നകാലത്ത് ഈ അന്ധക്കരണം വിഷയാകാരത്തിൽ പരിണമിച്ചു പോയി. ആ വിഷയാകാരത്തിൽ പരിണമിച്ച അന്ധക്കരണത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷി. ജാഗ്രത കാലത്താണ് ഈ അന്ധക്കരണവും സാക്ഷിയും തമ്മിൽ താദാത്മ്യ അധ്യാസം നടന്നുകൊണ്ട് പ്രകാശിക്കുന്നത്. അവിടെയാണ് നമ്മൾക്ക് അഹം എന്നുള്ള സ്പഷ്ട പ്രകാശം നടക്കുന്നത്. ഇത് നമ്മൾ പലവട്ടം പറയാൻ കാരണം, ഞാൻ എന്നുള്ള അഹത്തിന്റെ പ്രകാശം 2 രീതിയിൽ സംഭവിക്കും. ജാഗ്രതയിൽ അന്ധക്കരണത്തോട് ചേർന്നിരുന്ന് അന്ധക്കരണത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷി പ്രകാശിക്കുന്ന അവസ്ഥയാണ്. സ്വപ്നത്തിൽ അന്ധക്കരണത്തോട് കൂടെ ഇരുന്നിട്ടല്ല, അന്ധക്കരണത്തെ വിഷയമാക്കിക്കൊണ്ട് സാക്ഷി പ്രകാശിക്കുന്ന അവസ്ഥയാണ്. സുഷുപ്തിയിൽ പോയാൽ അന്ധക്കരണം വിഷയാകാരത്തിലോ പ്രമാതാവിന്റെ രൂപത്തിലോ തിരിച്ചു വരാതെ അവിദ്യയിൽ ലീനമായി പോകുന്നത് കൊണ്ട് അവിദ്യയും പ്രകാശിപ്പിച്ചും കൊണ്ട് സാക്ഷിയിരിക്കുന്ന സമയമാണ് സുഷുപ്തി. അവിടെ അന്ധക്കരണ സമ്മിശ്രിതമായിക്കൊണ്ട് സാക്ഷി പ്രകാശിക്കത്തില്ല. പിടികിട്ടുന്നുണ്ട്? ഇപ്പോൾ എപ്പോഴാണോ ജാഗ്രത കാലത്ത് സാക്ഷിപ്രകാശം, അത് അന്ധക്കരണ സമ്മിശ്രിതമായിരിക്കുന്ന സാക്ഷിപ്രകാശമാണ്. ആ സമയത്ത് നമ്മൾക്ക് അന്ധക്കരണത്തെ വേറെയായിട്ടോ സാക്ഷിയെ വേറെയായിട്ടോ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഗുരുക്കന്മാർ പറയത്തില്ലേ സാക്ഷിഭാവത്തിൽ നിൽക്കും, അത് മണ്ടത്തരമാണെന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം ഞാനെന്ന് ചിന്തിക്കുമ്പോൾ അന്ധക്കരണത്തിൽ വൃത്തി വരുമ്പോൾ ആ അന്ധക്കരണത്തിൽ വൃത്തിയെയും അന്ധക്കരണത്തെയും ഒന്നിച്ചു നിന്ന് പ്രകാശിപ്പിക്കുന്നവനാണ് ആര്? ഈ സാക്ഷി എന്ന് പറഞ്ഞാൽ സാക്ഷി പ്രകാശിച്ചും കൊണ്ട് അന്ധക്കരണത്തെ പ്രകാശിപ്പിച്ചിരിക്കുകയാണവൻ. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഭേദജ്ഞാനം കിട്ടത്തേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഭേദജ്ഞാനത്തിന് പ്രതിയോഗിജ്ഞാനം കാരണമാണ്. ഘടപട ഭേദജ്ഞാനത്തിന് ഘടമായിരിക്കുന്ന പ്രതിയോഗി, പടമായിരിക്കുന്ന അനുയോഗി ജ്ഞാനം ആവശ്യമാണ്. എപ്പോഴും ഒന്നിച്ചിരുന്നു കഴിഞ്ഞാൽ പ്രതിയോഗി അനുയോഗി ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഭേദജ്ഞാനം സമ്പന്നമല്ല. നിങ്ങൾ എത്ര ചാടിക്കളിച്ചിട്ടും കാര്യമില്ല, സാക്ഷിയെ നിങ്ങൾക്ക് വേറിട്ട് കാണാൻ പറ്റൂല. പരമാത്മാവ് വിചാരിച്ച നടക്കാത്ത കാര്യമാണ് നമ്മുടെ സോക്കോൾഡ് ഗുരുക്കന്മാര് ചേലകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അവരെ കൊണ്ട് നടക്കത്തില്ല, കുട്ടികളെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ മാറി നിൽക്കാം ഒരു സൈഡിൽ. ചിലർ പറയത്തില്ലേ സാക്ഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിടന്നിറങ്ങുമ്പോൾ റൂമിന്റെ ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനത്തെ ആനമണ്ടത്തരം ഇവരെ കൊണ്ടേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇതിനെയൊക്കെ പിടിച്ചിട്ട്. നിങ്ങളുടെ സാക്ഷി ഗുരുക്കന്മാരുടെ ശൈലിയാണിത്. ഒരൊറ്റൊന്നിന് ശാസ്ത്രം എന്താണെന്ന് അറിയത്തില്ല, എല്ലാ എണ്ണവും ജ്ഞാനികളാണ്. ഇത് ഗുരുക്കന്മാര് പറഞ്ഞില്ല, ഗുരുക്കന്മാർക്ക് പെറ്റുവീണ കുറെ ശിഷ്യന്മാരുണ്ട്, ശിഷ്യഗണം. ഇതിറ്റങ്ങളെ പരിപാടിയാണ് ഗുരുവിന് അങ്ങോട്ട് മൂട്ടില് റോക്കറ്റ് വെച്ച് വിടുന്ന പരിപാടി. പക്ഷെ പെടും എന്നുള്ളതാണ്. കാരണം പറയുന്നവനും അറിയത്തില്ല ആരാണ് നിന്ന് കൊടുക്കുന്നത്, ആ ഗുരുവിനും അറിയത്തില്ല എങ്ങോട്ടാണ് ഈ പോകുന്ന പോക്ക്. കേൾക്കുന്ന ജനവിഭാഗത്തിന് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത്. വേദാന്ത ശാസ്ത്രത്തിന്റെ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സോക്കോൾഡ് ഗുരുവും ഇന്ത്യയിൽ വളരത്തില്ലായിരുന്നു. വളരാനുള്ള വളം വെച്ചു കൊടുത്തത് എന്താ? ശാസ്ത്രത്തിന്റെ ബോധമില്ലായ്മ. മനസ്സിലായോ? അപ്പോൾ
നമ്മൾ കാണുന്ന പല ആശ്രമങ്ങളുടെയും വലിയ ബുക്കുകളിൽ വിവരക്കേടല്ലാതെ ശാസ്ത്രം ഇല്ല അതിൽ. ശിഷ്യനും അറിയത്തില്ല, ഗുരുവിനും അറിയത്തില്ല. ഇപ്പം പിടി കിട്ടിയോ? അധ്യാസം പഠിച്ചുകൊണ്ട് ഗുണം കിട്ടിയില്ലേ? ഗുരു ആരാന്ന് മനസ്സിലായില്ലേ? ഗുരുവും ഗുരുണിയും ഒക്കെ ഈ കാര്യത്തിൽ പോലും സാക്ഷി ഏതാന്ന് പോലും തിരിച്ചറിയാത്ത ജീവന്മാരാണിത്. അവരാണ് പിള്ളേരോട് പറയുന്നത് സാക്ഷിഭാഗത്തിൽ നോക്കൂ മക്കളേന്ന്. ഒക്കെ ഉപകാരം വേണ്ടേ അധ്യാസം പഠിച്ചതിന്റെ? അന്ധക്കരണം സാക്ഷിണി അഭേദന അധ്യസ്യ പ്രകാരം നോക്കിയോ, രണ്ട് ധർമ്മികൾ തമ്മിലുള്ള, ഒന്ന് അന്ധക്കരണം, ഒന്ന് സാക്ഷി. ഇവ തമ്മിൽ പരസ്പരം അധ്യസിച്ചിട്ട് എന്ത് പറ്റും? തദ്ധർമാൻ എന്ന് പറഞ്ഞ അന്ധക്കരണ ധർമാൻ ഏതൊക്കെ? കാമാദീൻ, കാമസങ്കല്പ വിചികിത്സാദീൻ, ഇതി മന്തവ്യം എന്ന് മനസ്സിലാക്കണം. ബാക്കി നിങ്ങൾ കൂട്ടിച്ചേർക്ക്. അതായത് പരസ്പരം ധർമ്മികൾ തമ്മിൽ താതാത്മ്യ അധ്യാസം നടന്ന ശേഷം ധർമ്മത്തിനെ മറ്റൊരു ധർമ്മിയിലേക്ക് അധ്യസിക്കുകയാണ്. അതും താതാത്മ്യം തന്നെ വരിക. ഒന്നിച്ചിരിപ്പാണ് കാണുക. ഞാൻ സുഖി, ഞാൻ ദുഃഖി എന്നൊക്കെ പറയുന്നില്ല. സ്വപ്രചാരാഹ അർത്ഥം പറയാണ് മനോവൃത്തിയ, സ്വന്തം പ്രചാരങ്ങൾ. ഇനി ഭാഷ്യത്തിൽ എന്താ പറഞ്ഞത്? ഏവം അഹം വൃത്തീനം അശേഷ പ്രചാര സാക്ഷിണി. സാക്ഷിണിക്ക് ശേഷം ഒരു പദം വന്നിരുന്നു, പ്രത്യേകാത്മനി. എന്താണ് ഈ പ്രത്യേകാത്മ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്നാണ് ഇനി നമ്മൾ വിശദീകരിക്കുന്നത്. പ്രതീ, പ്രതീപം അഞ്ചത്തി ഇതി പ്രത്യക് എന്നർത്ഥം ചെയ്യാം. ഇതാണ് പറയുന്നത്. പ്രതിക്ക് അർത്ഥം പറയുന്നത് പ്രാതിലോമ്യേന. പ്രാതിലോമ്യൻ എന്ന് പറഞ്ഞാല് വിപരീതമായിട്ട്. ഏതിൽ നിന്നും വിപരീതമായിട്ട് എന്ന് നമുക്ക് നോക്കാം. സാമാന്യമായിട്ട് മറ്റു മതങ്ങളെ കൊണ്ടുവരാൻ പോവാണ്. ആത്മാ എന്നുള്ളത് ജഗത് കാരണം അസത്താണെന്നാണ് ആര് പറയുന്നത്? ബൗദ്ധന്മാരിലെ മാധ്യമികൻ. ഇതിൽ നിന്ന് വിലക്ഷണനാണ് ആത്മാ എന്നുള്ളതാണ് സത്യം. പിന്നെ വേണമെങ്കിൽ പറയും ജഡമാണ് ആത്മാ എന്ന്. നൈയായികന്റെ ആത്മാ ജഡമാണോ ചേതനാണോ? ന്യായം പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പറ. ജഡം. നൈയായികന്റെ ആത്മാ ജഡമാണോ ചേതനാണോ? ജഡമാണ്. ജഡമാണ്. നൈയായികന്റെ ചേതൻ എന്താ? ജ്ഞാനമാണ്. ശരിക്കേ, ജ്ഞാനമാണ് ധർമ്മം. ആ ധർമ്മം ഇരിക്കുന്ന ധർമ്മി മാത്രമാണ് ആത്മാ. ആത്മസ്വരൂപത്തിൽ ജ്ഞാനസ്വരൂപമല്ല. ജ്ഞാനം ആത്മാവിന്റെ ധർമ്മമാണ്. ധർമ്മമില്ലാതെയും ധർമ്മി ഇരിക്കും. എല്ലാ സ്ഥലത്തും അല്ല കേട്ടോ. അതായത് രൂപമില്ലാതെ രൂപവാനായിരിക്കുന്ന പൃഥ്വി ഇരിക്കുകയോ? പൃഥ്വിക്ക് ഇരിക്കാം. പൃഥ്വിക്ക് അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. രൂപരസഗന്ധ സ്പർശം ഇത് പൃഥ്വിയില് അനിത്യമാണ്. അത് പരമാണുവിലാണെങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് പാകജം അനിത്യഞ്ച എന്ന് പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. മറ്റു സ്ഥലത്തുള്ള രൂപാധികൾ നിത്യമായിട്ടിരിക്കും. അങ്ങനെ നിത്യധർമ്മം ഇരിക്കാം. അപ്പോൾ പ്രാതിലോമ്യന എന്ന് പറയണം. അപ്പൊ എന്ത് പറയുന്നത്? ഒന്ന് ജഡം. ജഡത്തിന് വിപരീതമാണെന്ത്? ചൈതന്യം. പിന്നെന്താ? ദുഃഖം. സുഖദുഃഖാദികൾ ആത്മാവിന്റെ ധർമ്മം എന്നും മാനിക്കുന്നുണ്ട്. ഇതല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് വിപരീത രൂപത്തിലാണ് വാസ്തവത്തിൽ അവൻ ഉള്ളത് എന്ന് പറയുന്നത്. എന്തൊക്കെയായി? പ്രാതിലോമ്യന എന്ന് പറയുന്ന വിപരീതമായിക്കൊണ്ട്. ഏതിന് വിപരീതം? അസത്, ജഡ, ദുഃഖാത്മകം അല്ലെ? ദുഃഖാത്മക അഹങ്കാരാദി വിലക്ഷണതയാ. ദുഃഖ സ്വരൂപത്തിൽ വിലക്ഷണമായിക്കൊണ്ട്, അഹങ്കാരാദികളിൽ നിന്ന് വിലക്ഷണമായിക്കൊണ്ട്. കാരണം അഹങ്കാരം എന്നുള്ളത് എന്താണ്? അന്ധക്കരണമായിട്ട് ചേതനന്റെ അധ്യാസം നടന്നിട്ടുള്ള സ്വരൂപമാണ് അഹങ്കാരം. ഇതിൽ നിന്നും വിലക്ഷണമായിക്കൊണ്ട് എങ്ങനെ ഇരിക്കും? വിലക്ഷണതയാ സത് ചിത് സുഖാത്മകത്വേന. അവൻ സത്തും ചിത്തും സുഖസ്വരൂപനുമായിട്ടിരിക്കുന്നതാണ്. ഇപ്രകാരം അഞ്ചതി. അഞ്ചതിക്ക് എന്താ അർത്ഥം? പ്രകാശതേ. അവൻ വാസ്തവത്തിൽ സത്യജ്ഞാന ആനന്ദ സ്വരൂപനായിട്ട് പ്രകാശിക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനെ പ്രത്യേകം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അനുഭവിക്കപ്പെടുന്ന വസ്തുവിന്റെ സ്വരൂപത്തിൽ നിന്നും വിലക്ഷണ സ്വരൂപമാണ് അവനുള്ളത്. അതിനാൽ അവനെ പ്രത്യേകം എന്ന് വിളിച്ചു. ഏവം ആത്മനി അനാത്മ തദ്ധർമ്മ അധ്യാസം ഉദാഹൃത്യ. ഇപ്രകാരം ആത്മാവിലെ അനാത്മാവിന്റെയും അനാത്മധർമ്മങ്ങളുടെയും എന്ന് പറഞ്ഞാൽ അനാത്മാവായിരിക്കുന്ന അന്ധകരണത്തിന്റെ അന്ധകരണ ധർമ്മങ്ങളുടെ അധ്യാസത്തെ ഉദാഹരിച്ച ശേഷം ഇനി എന്താ കാണിക്കുന്നത്? ഉദാഹൃത്യ അനാത്മനി ആത്മനോവി സംസൃഷ്ടത്വേന അധ്യാസമാഹ. അനാത്മാവിലും ആത്മാവിന്റെയും അധ്യാസമുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ആത്മാവിലെ അനാത്മാവിന്റെയും അനാത്മധർമ്മങ്ങളുടെയും അധ്യാസമാണ് അല്ലേ? ഇനി പറയുന്നത് ആത്മാവിന്റെ അനാത്മാവിലെ സംസർഗ അധ്യാസം മാത്രം, സ്വരൂപ അധ്യാസമില്ല. എന്ന് പറഞ്ഞാൽ
അനാത്മാക്കളുടെ അധ്യാസം അത് സ്വരൂപാധ്യാസവും സംസർഗ അധ്യാസവും ഉണ്ടായിരുന്നു. അത് ധർമ്മത്തിന്റെ കാര്യത്തിലായിരിക്കട്ടെ ധർമ്മിയുടെ കാര്യത്തിലായിരിക്കട്ടെ. ഇനി പറയുന്നത് ധർമ്മിയായിരിക്കുന്ന ആത്മാവിനെ മറ്റൊരു ധർമ്മിയായിരിക്കുന്ന അനാത്മാവിലേക്കും ധർമ്മികളുടെ ധർമ്മമായിരിക്കുന്ന അനാത്മ വസ്തുക്കളിലേക്കും സംസർഗ അധ്യാസം മാത്രമേ ഉള്ളൂ, സ്വരൂപാധ്യാസം നടക്കത്തില്ല. അതെന്തുകൊണ്ടാ? സ്വരൂപത്തിൽ ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ നമ്മൾക്ക് സ്വരൂപത്തിലും അധ്യസിക്കേണ്ടി വരും. കയറില് ഇല്ലാത്ത സർപ്പമായതിനാൽ സർപ്പത്തിന്റെ സ്വരൂപാധ്യാസവും കയറിൽ നടക്കും. അതേപോലെ സർപ്പത്തിന്റെ ധർമ്മങ്ങളുടെ അധ്യാസവും കയറിലേക്ക് നടക്കും. ഇനി സർപ്പത്തിലേക്ക് കയറിന്റെ അധ്യാസം എന്നുള്ളത് കയറിന്റെ സംസർഗ അധ്യാസം മാത്രമേ. ഇവിടുത്തെ സംസർഗം എന്താണ്? താദാത്മ്യരൂപ സംസർഗത്തിന്റെ അധ്യാസമേ ഉള്ളൂ. സ്വരൂപത്തിൽ ആ കയർ അധ്യസിക്കപ്പെടത്തില്ല. കാരണം സ്വരൂപത്തിൽ ആ കയർ അവിടെയുണ്ട്. ഉള്ള വസ്തുവിന്റെ സ്വരൂപ അധ്യാസം നടക്കത്തില്ല. പിന്നെ എന്തേ ഉള്ളൂ? സംസർഗത്തിൽ മാത്രമേ അധ്യാസം നേരിടത്തുള്ളൂ. അതായത് സർപ്പത്തില് കയറിന്റെ താദാത്മ്യം കാണുന്നില്ലേ? വാസ്തവത്തിൽ ഉള്ളതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. പിന്നെ സംസർഗത്തിന്റെ അധ്യാസമാണ്. സ്വരൂപത്തിൽ ആ കയർ അവിടെ ഉള്ളതല്ലേ? ഉള്ളതാണ്. അപ്പൊ സ്വരൂപത്തിൽ അത് അധ്യസിക്കപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ठीक കയറിലേക്ക് സർപ്പത്തിന്റെ സ്വരൂപാധ്യാസം നടക്കും. സർപ്പത്തിലേക്ക് കയറിന്റെ സ്വരൂപാധ്യാസം നടക്കത്തില്ല. കാരണം കയറിന്റെ സ്വരൂപം ഉള്ളതാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സർപ്പത്തിലേക്ക് കയറിന്റെ അധ്യാസം നടത്തിക്കൊണ്ട് ഇത് സ്വയം സർപ്പ എന്ന ബോധം ഉണ്ടാവുന്നത്? അത് കേവലം അധിഷ്ഠാനമായിരിക്കുന്ന കയറിന്റെ സംസർഗ അധ്യാസം നടന്നുകൊണ്ട് മാത്രമാണ്. ഇത് എന്ന് പറയുന്ന സമയത്ത് ഇതാരാത്? കയറാണ്. കയറിന്റെ സംസർഗം താദാത്മ്യം മാത്രമേ ഉള്ളൂ അവിടെ. അതോ അധ്യസിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വരൂപത്തിൽ അത് അധ്യസിക്കപ്പെടുന്നില്ല. കാരണം സ്വരൂപത്തിൽ അത് ഉള്ള വസ്തുവാണ്. ഇതേപോലെ ആത്മാനാത്മാക്കൾ എടുത്തു കഴിഞ്ഞാൽ അനാത്മാക്കളുടെ സംസർഗ അധ്യാസവും സ്വരൂപാധ്യാസവും നടക്കും. കാരണം അനാത്മാവ് ഇല്ലാത്ത വസ്തുവാണ്. അതിനെ സ്വരൂപത്തിലും അധ്യസിക്കാം. അതിന്റെ സംസർഗവും അധ്യാസമാണ്. പക്ഷേ ആത്മാവ് അനാത്മാവിലേക്ക് അധ്യസിക്കപ്പെടുന്ന സമയത്ത് ആത്മാവിന്റെ സംസർഗമാണ് താദാത്മ്യം. അത് മാത്രമേ അധ്യസിക്കപ്പെടുന്നുള്ളൂ. സ്വരൂപം ആണെങ്കിൽ ആത്മാവിൻ്റെത് ഉള്ളതാണ്. അതൊരിക്കലും അവിടെ അധ്യസിക്കപ്പെടുന്നില്ല. ഇതാണ് പറയുന്നത് സംസൃഷ്ടത്വേന അധ്യാസമാഹ. ഭാഷ്യം കാണു. തഞ്ച പ്രത്യേകാത്മാനം, ആ പ്രത്യേകാത്മാവിനെ എങ്ങോട്ട് അധ്യസിക്കണം? ഇനി അനാത്മാവിലേക്ക് അധ്യസിക്കണം. ഓക്കെ. സർവസാക്ഷിണം. ഇത് ഏത് പ്രത്യേകാത്മാവിനെടുത്താ പറയുന്നതെന്ന് അറിയോ? സംസൃഷ്ട പ്രത്യേകാത്മാവാണിത്. കാരണം ഇവൻ സാക്ഷിസ്വരൂപനാണ്, കേവലനല്ല. ഒരു പടി കൂടി മുന്നോട്ട് പോകേണ്ടിയിരുന്നു. അതിന് മുന്നേ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പഞ്ചപ്രത്യേകാത്മാനം. കാരണം സാക്ഷിയിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുന്ന് മുന്നോട്ട് പോകാത്തത്. പിടി കിട്ടിയോ? സാക്ഷി അധ്യസ്ഥമായിരുന്നു. അത് മുന്നോട്ടിനിയും പറയും. മിഥ്യാപ്രത്യയ രൂപ എന്നുള്ളത്. അപ്പൊ മിഥ്യാപ്രത്യയം എന്നുള്ളത് മായാ സ്വരൂപമാണിത്. മിഥ്യ എന്നുള്ളത് മായയാണ്. പ്രത്യയത്തിന് രണ്ടർത്ഥം എടുക്കാം. പ്രതീയതീതി പ്രത്യയ, പ്രതീതി പ്രത്യയ. രണ്ടാണെങ്കിലും മിഥ്യാസ്വരൂപമായതിനാൽ ഒരു മായ അങ്ങോട്ട് കയറി വരണം. ആ മായയായിട്ട് അധ്യാസം ആദ്യമേ നടന്നിരുന്നു പ്രത്യേക ആ ചേതനനെ. അപ്പോഴാണ് സാക്ഷിയായിരിക്കുന്ന പ്രത്യേകാത്മാവ് സമ്പന്നമായത് പോലും. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം അവനെ എടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത്. ആ പ്രത്യേകാത്മാവിന്റെ അധ്യാസമാണ് അന്ധകരണത്തിലേക്ക് ഇവിടെ പറയുന്നത്. സർവസാക്ഷിണം, സർവസാക്ഷിയായിരിക്കുന്ന പ്രത്യേകാത്മാവായിരിക്കും ചൈതന്യത്തെ തദ്വിപരീണ, ആ സാക്ഷിയുടെ സ്വരൂപം എന്താണോ അതിൽ നിന്നും വിപരീതമായിക്കൊണ്ട് അന്ധകരണാദിഷു അധ്യസ്വതി, അന്ധകരണം, ദേഹം എന്നിങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് അധ്യസിക്കുന്നു. ഇത് കേവലന്റെ അധ്യാസമാണോ അല്ല അധ്യസ്ഥ വസ്തുവിന്റെ അധ്യാസമാണോ ഇപ്പം കാണുന്നത്? അധ്യസ്ഥ വസ്തുവിന്റെ അധ്യാസം. ടീക്കല്ലേ? അഹമിത്യധ്യാസേ ചിദാത്മനോ ഭാനം വാച്യം അന്യഥ ജഗദാന്ധ്യാപത്തേ. അഹം എന്നുള്ള അധ്യാസം നടക്കുന്ന സമയത്ത് അഹം എന്നുള്ള ഒരു അധ്യാസമാണ്. ഞാൻ എന്നുള്ള ബോധം ഇതൊരു അധ്യാസമാണ്. കേവല ചൈതന്യത്തിൽ അധ്യാസമില്ല. കാരണം അവിദ്യ ഇല്ലാത്തതുകൊണ്ട്. അവിദ്യ നടക്കുന്ന സമയത്ത് അവിദ്യ വന്നു കഴിഞ്ഞാൽ അധ്യാസമാണ് സാക്ഷി അധ്യാസം. സാക്ഷിയുടെ തന്നെ രണ്ട് രീതിയിൽ അധ്യാസം വരുന്നുണ്ട്. സാക്ഷി അന്ധകരണമായിട്ട് താതാത്മ്യം ഇല്ലാതെ തന്നെ അവൻ അധ്യസിക്കുന്നതാണ് സുഷുപ്തിയിൽ അധ്യാസം. ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവൻ അന്ധകരണമായിട്ട് താതാത്മ്യം പ്രാപിച്ചും കൊണ്ടുള്ള അധ്യാസമാണ്. ठीक है.
എന്നപ്പോൾ ഒരു ജീവൻ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അന്ധകരണമായിട്ട് താതാത്മ്യം വന്നിരിക്കുന്ന സ്വരൂപമാണിത്. അതായത് ചൈതന്യം രഥിഷ്ഠാനം ലിംഗദേഹസ്യ പുനഃ ചിച്ചായ ലിംഗദേഹസ്ഥ ഹസ്തങ്കോ ജീവ ഉച്ചത എന്ന് പറയും. 16 കലകളോട് കൂടിയിരിക്കുന്ന അന്ധകരണം, 14 കലകളോട് കൂടിയിരിക്കുന്ന ലിംഗശരീരം. ലിംഗശരീരത്തിലെ 17 കലകളോട് കൂടിയിരിക്കുന്ന ലിംഗശരീരം. ഈ ലിംഗശരീരത്തിലെ 17 കലകളും അപഞ്ചീകൃത സ്വരൂപങ്ങളാണ്. അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഉത്പന്നമായതാണ്. ഇത് പഞ്ചീകരിക്കപ്പെട്ടിട്ടില്ല. ഇതിന്റെ ഭാഗമാണ് പ്രാണൻ. അതായത് 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 പ്രാണന്മാര്, ബുദ്ധിയും മനസ്സും ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിംഗശരീരമായി. ഈ ലിംഗശരീരത്തിൽ വ്യാപക ചൈതന്യത്തിന്റെ പ്രതിബിംബം നേരിടുമ്പോൾ വ്യാപക ചൈതന്യനുണ്ടാവും, അതേപോലെ ബിംബസ്വരൂപനായിരിക്കും ചൈതന്യവും. അപ്പൊ എത്രയായി? 19 ഘടകങ്ങളായി. ഇത്രയും ചേർന്നാൽ ഒരു ജീവനായി. ഈ ജീവൻ മനുഷ്യനും പട്ടിക്കും പൂച്ചയ്ക്കും ദേവതയ്ക്കും ഋഷികൾമാർക്കും ഹിരണ്യഗർഭന് പോലും സമാനമാണിത്. പിടികിട്ടിയോ? ഇത് ഒരു സ്ഥൂല ശരീരത്തിലേക്ക് കയറിയിട്ട്, അതായത് പിതാവിൽ നിന്ന് മാതാവിലേക്ക് പോയി അവിടെ ബാഹ്യവായുവിനെ സ്വീകരിക്കാനുള്ള സമയം വരുമ്പോഴാണ് പൊക്കിൾ കൊടി വഴി അവൻ പ്രാണനെ സ്വീകരിച്ചും കൊണ്ട് ജീവിച്ചു വരുന്നത്. ആണല്ലോ. അതിന് കാരണം എന്താ? ആദ്യമേ ഉണ്ടായിരുന്ന ലിംഗശരീരത്തിലെ ഘടകമായിരിക്കുന്ന പ്രാണനെ ജീവിതം നിലനിർത്താൻ, സ്ഥൂല ശരീരത്തിലെ ജീവിതം നിലനിർത്താനാണ് ബാഹ്യവായുവിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ. അതാണ് പിന്നെ ശരീരം വെളിയിൽ വന്നിരിക്കുമ്പോഴും അവൻ മൂക്കിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൂക്കിലൂടെ പുറത്തു വിടുമ്പോഴും ആ ലിംഗശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രാണനല്ല ഈ മൂക്കിലൂടെ പുറത്തേയും ഉള്ളിലേക്കും വരുന്നത്. അവനെ സഹായിക്കുന്ന ബാഹ്യപ്രാണനെയാണ് നമ്മൾ എടുക്കുകയും വലിക്കുകയും ചെയ്യുന്നത്. ഇവൻ മരണകാലത്ത് സകല ഇന്ദ്രിയങ്ങളും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പ്രാണനെ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രപ്രാണന്മാർ പറയും. ठीक है. അതായത് പ്രാണാപാന ധ്യാനോദാന സമാനന്മാരും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടി ചേർന്നത്, ഇതെല്ലാം ചേർന്നിട്ട് എങ്ങോട്ട് വരും? ഹൃദയത്തിലേക്ക് വരും. ആ ഹൃദയത്തിൽ നിന്നാണ് പിന്നെ അവന്റെ കർമ്മോപാസനകൾക്കനുസരിച്ച് ഗതി കണ്ടെത്തുന്നത്. അത് ഊർധമാവാം, അധോഗതിയാവാം. ഇവിടെയാണ് നമ്മൾക്ക് പ്രാണനുള്ളത്. നമ്മൾക്ക് ഈ പ്രാണനെ പിടിച്ചിട്ട് ഒരു കല്ലിലേക്കോ ഒരു മണ്ണിലേക്കോ കൊടുക്കാൻ പറ്റത്തില്ല. ठीक है. ഞങ്ങളാണ് വന്നിട്ട് ഇവിടെ കേരളത്തില് കല്ലിൽ പ്രാണം കൊടുത്തിട്ട് ദേവതയെ സൃഷ്ടിച്ചത് എന്നുള്ള വാദം മഹാമണ്ഡത്തരമാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ്. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കത്തില്ല. അതായത് നമ്മൾക്ക് ഇവിടെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ഥൂലവായുവാണ്. ഇതല്ല പ്രാണൻ. പ്രാണൻ സൂക്ഷ്മമാണ്, അപഞ്ചീകൃതമാണ്. അപഞ്ചീകൃത പ്രാണൻ പോകുന്നത് പ്രാരബ്ധം തീർന്നാൽ മാത്രമാണ്. അന്നപ്പോഴാണ് മരണം എന്ന് പറയാ. അത് ജീവന്റെ കയ്യിലല്ല, അത് പിടിച്ചങ്ങോട്ടും കൊടുക്കാൻ. മനസ്സിലായോ? ഇത് ലിംഗശരീരത്തിന്റെ ഭാഗമാണ്, അത് അപഞ്ചീകൃതമാണ്. അപഞ്ചീകൃത പ്രാണൻ വ്യവഹരിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ അവന് ഒരു ജീവൻ കിട്ടും. അത് ദേവതയ്ക്ക് ഒരു ശരീരം ആദ്യമേ ഉള്ളതാണ്. ദേവത ജനിക്കുമ്പോൾ തന്നെ അപഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളോട് കൂടിയിരിക്കുന്ന ലിംഗശരീരത്തിന് സ്ഥൂല ശരീരമായിരിക്കുന്ന ദേവതാ ശരീരം കിട്ടുമ്പോൾ ആ ദേവതയ്ക്ക് അവിടെ പ്രാണൻ വെച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ശ്വാസം എടുപ്പും കൊടുപ്പും എല്ലാം തന്നെ ആ ദേവതയ്ക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പ്രാണം കൊടുക്കാൻ പറ്റുമോ ചത്തു കഴിഞ്ഞാൽ? എങ്കിൽ നിങ്ങൾക്ക് കല്ലിലേക്ക് പ്രാണം കൊടുക്കാമായിരുന്നു മക്കളെ. ठीक है. സ്വന്തം വീട്ടിൽ ആരും മരിച്ചിട്ടും ഇതുവരെ ഈ കല്ലിൽ കയറ്റുന്ന ആൾക്കാർ ജീവിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കല്ലിലേക്ക് പ്രാണം കൊടുക്കുക എന്നുള്ളത് നടപ്പിലാവുന്ന പരിപാടിയല്ല. പിന്നെ എന്തിനാ പറയുന്നത്? ജീവിത പ്രശ്നമാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. നിങ്ങളുടെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ഥൂലപ്രാണനാണ്. ദേവതയ്ക്ക് ആദ്യമേ ശരീരമുണ്ട്. പിന്നെ നടത്തുന്നത് ആവാഹനമാണ്. ആവാഹന സ്ഥലത്ത് പ്രാണം കൊടുക്കുകയല്ല, ദേവതയെ തന്നെ ആവാഹിച്ചിരുത്തുകയാണ്. അത് കഴിഞ്ഞാൽ ദേവതയുടെ വിസർജനവും നടക്കും. ठीक है. ഇരുത്തല്ല. ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഒരു ദേവതയ്ക്ക് അനേക ശരീരങ്ങൾ എടുത്തിട്ട് അനേക സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് ഭോഗ സ്വീകരിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അല്ലെങ്കിൽ രാജാവ് എപ്രകാരം ഒരിടത്തിരുന്നിട്ട് 1000 പേരുടെ നമസ്കാരം സ്വീകരിക്കുന്നുവോ ഇതേപോലെ ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ ദേവതയ്ക്ക് സകലരുടെയും ഭോഗം സ്വീകരിക്കാം. അല്ലാതെ കല്ല് കെട്ടുന്ന പരിപാടിയില്ല. കല്ല് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയാണ്. കല്ല് ദേവനല്ല. മനസ്സിലായോ? പിന്നെ കല്ല് ദേവനാക്കിയാൽ ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഈ കല്ല് ദേവനായിരുന്നുവെങ്കിൽ മുഗളന്മാർ വന്നപ്പോൾ എന്തുകൊണ്ട് തിരിച്ച് 2 കൊടുത്തുകൂടായിരുന്നോ?
നിങ്ങൾക്ക് ഈ സകല വൈഭവമുള്ള ദേവതയല്ലേ? എന്ത് വിവരക്കേടാണ് അവിടെ പറയുന്നത്. ശരിക്ക് തലവെട്ടി കൊണ്ടുപോയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കല്ലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശരിക്ക് നിങ്ങളുടെ ഉത്കൃഷ്ടമായിരിക്കുന്ന ഒരു വേദാന്ത ചിന്താ പദ്ധതിയെ, വൈദിക പദ്ധതിയെ താന്ത്രിക പദ്ധതിയിൽ കൂട്ടിക്കെട്ടി നശിപ്പിക്കാതെ. അതുകൊണ്ട് തന്നെയാ പറയുന്നത് അമ്പലത്തിൽ നിന്ന് ആരുടെയും സ്പിരിച്വാലിറ്റി തുടങ്ങൂലാന്ന്. തുടങ്ങാനും പാടില്ല, ഒടുങ്ങാനും പാടില്ല. അത് സ്പിരിച്വാലിറ്റി അല്ലത്. അത് ഭട്ടിന്റെ വേറൊരു രൂപം മാത്രമാണ്. ഭക്തി അതെന്താ സാധനം? ഒരുത്തൻ നമ്മുടെ ക്ലാസ്സിന്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, ശങ്കരാചാര്യനും ഭക്തനായിരുന്നില്ല. ആണോടോ? ശരിക്കേ അതെന്താണ് അർത്ഥം? സ്വസ്വരൂപാനുസന്ധാനം അഭിധീയതേ ആത്മതത്വാനുസന്ധാനം ഭക്തിരിത്യപരേ ജഗുഹു. സ്വരൂപം ആത്മതത്വാനുസന്ധാനം അല്ലെങ്കിൽ സ്വസ്വരൂപാനുസന്ധാനമാണ് ഭക്തി. അല്ലാതെ ഈ കാണിക്കുന്ന പ്രാന്തല്ല ഭക്തി. കിടന്നിട്ട് ചെണ്ടടിക്കാൻ തുടങ്ങും. ചെവിട് പൊട്ടിക്കുന്ന പരിപാടിയാണ് ഈ ചെണ്ടടി പരിപാടി. ഇതിൽ സംതൃപ്തനാകുന്ന ഏതൊരു ദേവതയാണ് ഉള്ളത്? ശരിയാണ്, ഇന്ത്യക്കാരന് ഇത് സൗണ്ട് ഒരു പൊല്യൂഷൻ ആണെന്നുള്ള പോലും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്കൂളുകളിലൊക്കെ ഈ കരിക്കുലം മാറ്റിയിട്ട് ഇത്രയെങ്കിലും പഠിപ്പിക്കുകയും, മുന്നിലിരിക്കുന്ന വണ്ടിക്കാരൻ പിറകിലിരിക്കുന്നവനോട് ഹോൺ അടിച്ച് ബുദ്ധിമുട്ടിക്കാതെ, ഇത്രയും ഹോൺ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ഡ്രൈവിംഗ് അറിയാൻ പറ്റുന്നുവെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ നിങ്ങൾ എന്ത് മാറ്റം വരുത്താൻ പോകുന്നത്? ഇത്രയും ചെണ്ടടി കേട്ടിട്ട് തൃപ്തനാവുന്ന ഏതൊരു ദേവനാണുള്ളത്? ഇങ്ങനെ ചെവിടൻ എന്ത് തകരാറുള്ളത്? ആരോട്? ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാ പറയുന്നതെന്ന് മനസ്സിലായോ? ഞാൻ ഈ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയാണ്, പകരം എന്റെ മകനെ വെക്കണം എന്നാണ് ശബരിമല തന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. എപ്പം തുടങ്ങിയതാ? 1902 തുടങ്ങിയ പരിപാടിയില്ല. അതിന് മുന്നേ ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അവിടെ ഏത് പ്രാണപ്രതിഷ്ഠ നടത്തിയത്? ഇത് ചെയ്യുന്നുള്ളതാണ്. ഇനിയും അവിടെ തന്നെ കൊണ്ടുവച്ച് പൈസ കൊടുക്കണം. എന്നിട്ട് അതൊക്കെ അടിച്ചു മാറ്റിയിട്ട് സർക്കാരും അവിടുത്തെ പൂജാരിയും വേറെ വഴിക്ക് പോകണം. പഠിക്കരുത് മക്കളെ. ഈ പൈസ എടുത്തിട്ട് നാട്ടുകാർക്ക് ഉപകരിക്കുന്ന അന്നദാനങ്ങളും ചെയ്തുകൂടായിരുന്നു നിങ്ങൾക്ക്? അന്നദാനം മഹാദാനം. ഓക്കെ, അതായത് അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ ഭജനദ്വയം പരോപകാര പുണ്യ പാപായ പരപീഡനം. പരോപകാരത്തിനായിട്ട് ചിന്തകളൊക്കെ ചെയ്യും. തന്റെ മുന്നിലിരിക്കുന്ന വിശപ്പുള്ളവന് കൊടുക്കത്തില്ല, കല്ല് കിടക്കുന്ന ദേവതയ്ക്ക് പൈസ എറിയുന്നുള്ളു. അതൊക്കെ ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ താഴത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ഉരുളിയിൽ തന്നെ കെട്ടഴിക്കാത്ത നോട്ട് എറിയുന്ന ആന്ധ്രക്കാരൻ. ആലോചിച്ചു. ഈ സോഷ്യൽ വെൽഫെയറിൽ പഞ്ചാബിയെ കട്ട് ചെയ്യാൻ ആരുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പരിശീലിക്കണമെങ്കിൽ അത് പഞ്ചാബിൽ ഇപ്പൊ കണ്ടുപിടിക്കും. ഓക്കെ, അവൻ നടത്തുന്ന അന്നദാനം കണ്ടുപിടിക്കും. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ലോകം കാണാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് നടക്കുന്നത്. അല്ലാതെ ദേവനായിരിക്കുന്ന കല്ല് ദേവനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന പണ്ഡിറ്റും അവിടെ പൈസ എറിയാനായിട്ട് ജീവിക്കുന്ന കേരളക്കാരനും കുറച്ചൊക്കെ ബോധം വെക്കണുള്ളൂ. ഇവൻ പോകുന്ന വഴിക്ക്, അതായത് വേറെ കാര്യമൊന്നും പറയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് ഉള്ളിലേക്ക് വേറെ ആർക്കും പ്രവേശനം ഉണ്ടോ? ഇല്ല. കാശിയിലെ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് ആർക്കാ പ്രവേശനം ഇല്ലാത്തത്? ഏത് മനുഷ്യനും പ്രവേശിക്കാം. കാശിയോളം പേരുള്ള ഒരു ക്ഷേത്രം കേരളത്തിലില്ലല്ലോ. ഇല്ലല്ലോ. അവിടുത്തെ ദേവനെന്താ ഓടിപ്പോയോ? പണ്ട് കരപാത്രി എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കരപാത്രി സന്യാസിയാണ്. അങ്ങേര് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. സകല ജാതിക്കാരും കയറാൻ പാടില്ല എവിടത്തേക്ക്? കാശിയിലെ ക്ഷേത്രത്തിലേക്ക്. അതാണ് അശുദ്ധമാവും. അപ്പൊ ഇതിന് വേറൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. അവർ ചോദിക്കുന്നുണ്ട്, മംഗളസ്വരൂപനായിരിക്കുന്ന ശിവൻ പരമാത്മാ എന്തെങ്കിലും ആവട്ടെ, എങ്ങനെയാണ് അശുദ്ധനാവുന്നത്? ഈ കരപാത്രി കരത്തിലായിരുന്നു ഭിക്ഷ വാങ്ങിക്കാറ്, പക്ഷേ പാതുകങ്ങൾ സ്വർണത്തിൻ്റെതായിരുന്നു എന്നാ. ഈ കരപാത്രയാണ് അവസാനം ഇന്ദിരാഗാന്ധി കൂട്ടി കൈ കൊടുക്കുന്നത്. കാരണം ഗോവധം പാടില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര ആന്തോളനം ഉണ്ടാക്കിയതാണല്ലോ. ഈ ഇന്ത്യയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത് മനുഷ്യനാണിത്. അവസാനം ഒരു സൗത്ത് ഇന്ത്യൻ ആണ് അങ്ങേരുടെ ഇപ്പോഴും അത് ഉപലബ്ധമാണ് കേട്ടോ. അങ്ങേര് സുപ്രീം കോടതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. വധം ഹിന്ദുയിസത്തിൽ ഉള്ളതാണ് അല്ലേ? ബൃഹദാരണ്യകത്തിന്റെ അവസാനം കണ്ടിട്ടുണ്ടോ? ചതുർവേദജ്ഞനായിരിക്കുന്ന പുരുഷനെ, അതായത് കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല മൂത്ത കാളയിറച്ചി ചോറിൽ, അതായത് അരിയിൽ വേവിച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാനാ പറഞ്ഞത് അല്ലേ? ഉള്ളതാ. എന്താണ്? പശുവിനെ ഉപയോഗിച്ചിട്ട് യാഗം നടത്തിയിട്ടില്ലേ? അശ്വാലംബം ഗവാലംബം എന്ന് പറയുക ഗോവിനെ കുറിച്ചുള്ള ആലപനമാണ് എന്ന് പറയാല് വധമായിരുന്നു. അതിനെ ഉപയോഗിച്ചിട്ട് വപാദികൾ ഉപയോഗിച്ചിട്ട് അവനും നടത്തിയിട്ടുണ്ട്. ഇനി മീറ്റ് കയറ്റി അയക്കുന്നതിൽ 5ാം സ്ഥാനത്തല്ലേ ഇന്ത്യ ഉള്ളത്? ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഗോവധം പാടില്ലെന്ന്. ഇവിടെ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി വിധിച്ചു ഗോവധം പാടില്ലെന്ന്. ഇവിടുത്തെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി ഓക്കെ ഗോവധം പാടുണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ? ഇതൊക്കെ മുന്നേ വിധിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടെ.
ഇന്ദിരാഗാന്ധിയുള്ള സമയത്ത് തന്നെ ഈ കരപാത്ര സ്വാമികൾ ഇടപെട്ടതിന്റെ പേരില് ടീക്കെ അങ്ങനെ പിടിച്ച് ഉള്ളിലിട്ട് 2 ഇടിയും വെച്ചു കൊടുത്തു, കാര്യങ്ങൾ മെനക്കിയാക്കി എടുത്തു. അങ്ങനെയാണ് ഗോവധം പാടുണ്ട് എന്നാക്കി എടുത്തത്. കാരണം നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഗോവധം പാടുണ്ടെങ്കിൽ പുറമെ എന്താ തകരാറ്? അതിന്റെ അങ്ങനെ പേരെന്തായിരുന്നു, ചിന്നസ്വാമി മറ്റോ ആണ്. അങ്ങനെ നല്ലൊരു കാശിയിലെ മറ്റോ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ പൂർവ്വമീമാംസയിലെ നല്ല പണ്ഡിതനാണ്. അങ്ങനെ സിദ്ധിച്ച് കഴുകി കൊടുത്തപ്പോഴാണ് തീർന്നത്. ഇതൊക്കെ മുമ്പേ വിധി ഉണ്ട്, ഇവിടുന്ന് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് മൊത്തം അധ്യസിച്ച് കിടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഒരു കല്ലധ്യാസം കൂടി കയറി വന്നിരിക്കുന്നത്. കല്ലിനെ തൊട്ടാക്കളിക്കളി തീക്കളിയാവും. അഹമിത്യധ്യാസേ ചിദാത്മനോ ഭാനം വാച്യം. നമ്മള് സ്വരൂപാധ്യാസം ഇപ്പൊ പാമ്പില് കയറിന്റെ സ്വരൂപാധ്യാസം നടക്കില്ല എന്ന് പറഞ്ഞു, കയറുള്ളതാണെന്ന് പറഞ്ഞു. ആ ഇല്ലേ? കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ അതിന്റെ ഇത് പറഞ്ഞത് അനാത്മാവില് ആത്മാവിന്റെ അധ്യാസം നടക്കുന്നില്ല. അപ്പൊ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ അധ്യാസം നടക്കുന്ന സമയത്ത് സംസർഗ അധ്യാസമേ ഉള്ളൂ. അതായത് അധ്യസിച്ച ശേഷം നോക്കുകയാണ് ഇവിടെ എന്താണ് അധ്യാസം നടന്നത്, സ്വരൂപത്തിന്റെ അധ്യാസമാണോ അല്ല കേവല സംസർഗം മാത്രമാണോ എന്ന്. സംസർഗം എന്ന് പറഞ്ഞാൽ താതാത്മ്യം എന്ന് പറഞ്ഞാൽ അധ്യാസമാണ് ആ സംഭവം. അധ്യസിക്കുമ്പോഴാണ് ഏകത്വം എന്നുള്ളതല്ലേ അധ്യാസ സ്ഥലം. 2 വസ്തുക്കളുടെ ഭേദം തിരിച്ചറിഞ്ഞാൽ അധ്യാസം വരത്തില്ലായിരുന്നു. ഭേദം തിരിച്ചറിയാത്തത് കൊണ്ട് ഒന്ന് എന്നാണ് കരുതുകയാണ്. കയറിനെ തന്നെ സർപ്പം എന്ന് കരുതുകയാണ്. അവിടെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഇവിടെ ഏത് അധ്യാസമാണ് നടന്നത്. എന്നപ്പോൾ സംസർഗം അധ്യസിച്ചാൽ പോലും ഏകത്വം സംഭവിക്കും എന്നുള്ളതാണ്. കാരണം ആ ഏകത്വമാണ് അധ്യാസം. ടീക്കെ? അപ്പൊ ഏകത്വം എന്നുള്ള സംസർഗത്തെ മാത്രമേ അധ്യസിച്ചിട്ടുള്ളൂ. അവിടെ ഒരു വസ്തു സ്വരൂപത്തെ അധ്യസിച്ചിട്ടില്ല. ഏത്? അധിഷ്ഠാനത്തെ. പക്ഷെ അധ്യസ്ഥ വസ്തുവിന്റെ കാര്യത്തില് ആ വസ്തു പോലും അധ്യസ്ഥമായിരുന്നു. ഇവിടെ അധിഷ്ഠാന വസ്തു അധ്യസ്ഥമല്ല. അധിഷ്ഠാനത്തിന്റെ താതാത്മ്യം നടക്കുന്നുണ്ട്. ആ താതാത്മ്യമാണ് സംസർഗം. സംസർഗത്തിൽ മാത്രമേ അധ്യാസം നടന്നിട്ടുള്ളൂ. സംസർഗം എന്നുള്ള അധ്യാസമേ ഉള്ളൂ. അവിടെ സ്വരൂപം ഉള്ളത് കൊണ്ട് സ്വരൂപത്തിന്റെ അധ്യാസമില്ല. സർപ്പത്തിന്റെ കാര്യത്തിൽ സർപ്പമില്ല എന്നുള്ളത് കൊണ്ട് സർപ്പസ്വരൂപവും അധ്യസ്ഥമാണ്. അവിടെ പുതിയൊരു കൽപ്പിത സർപ്പം ഉത്പന്നമാവുന്നുണ്ട്. വേദാന്തിക്ക് കൽപ്പിതമായിരിക്കുന്ന ഒരു പ്രാതിഭാഷിക സർപ്പം ഉത്പന്നമായിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് സ്വരൂപത്തിലും അധ്യസിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. സ്വരൂപത്തിൽ മാത്രമല്ല, ആ സർപ്പത്തിന്റെ താതാത്മ്യം ഉണ്ട്. എവിടെ? കയറില് സർപ്പത്തിന്റെ താതാത്മ്യം സംഭവിക്കോ? ഇല്ല. അതുകൊണ്ട് സംസർഗത്തിന്റെ കാര്യത്തിൽ അധ്യാസം. പക്ഷേ അധിഷ്ഠാനത്തിന്റെ കാര്യത്തിൽ അധിഷ്ഠാനം ഉള്ളത് കൊണ്ട് അധിഷ്ഠാന രൂപത്തിൽ അത് അധ്യസിക്കപ്പെടുന്നില്ല, സ്വരൂപത്തിൽ അധ്യസിക്കപ്പെടുന്നില്ല. പക്ഷെ ആ സ്വരൂപത്തെ കയറിന് നമ്മൾ സർപ്പം എന്ന് കരുതിയത് കൊണ്ട് സർപ്പത്തിലെ കയറിന്റെ താതാത്മ്യം കണ്ടിട്ടുണ്ട്. ആ താതാത്മ്യം സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അത് അധ്യാസമാണ്. അതുകൊണ്ടാണ് സംസർഗത്തിന്റെ കാര്യത്തിൽ അധ്യാസം എന്ന് പറഞ്ഞത്. കാരണം ഇവിടുത്തെ സംസർഗം എന്നുള്ളത് തന്നെ താതാത്മ്യമായിരുന്നു. പിടി കിട്ടിയോ? പിന്നെ നമ്മൾ ഇടയ്ക്ക് കയറിയിട്ട് വ്യാവഹാരിക ലോകത്തെയും കുറിച്ച് ചർച്ച ചെയ്യും. കാരണം ഇന്നിപ്പോൾ അധ്യാസമാണ് മൊത്തം നടന്നുകൊടുക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ ഇതില് ഈ ശബരിമല പ്രശ്നം വന്നപ്പോൾ എല്ലാം ഡിഫെക്ട് ചെയ്യുന്ന രാഹുൽ ഈശ്വരൻ കയറിയിട്ട് അടിക്കുന്നത് ഞങ്ങളാണ് വന്നിട്ട് കല്ലില് ജീവൻ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ അതായത് അവൻ പറയുന്നത് ദേവതയ്ക്ക് പ്രാണം കൊടുത്തത്. പിന്നെ അപ്പനാണല്ലോ ദേവതയ്ക്ക് പ്രാണം കൊടുത്തത്. മണ്ട, ദേവതയുടെ ശരീരം ആദ്യമേ ഉള്ളതാണ്. അതാണ് നമുക്ക് പറയേണ്ടത്. ശാസ്ത്ര ഒരൊറ്റത്തിന് അറിയത്തില്ല എന്നുള്ളതാണ്. പ്രാണപ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ആ ദേവതയുടെ പ്രതിഷ്ഠയാണ്. അപ്പൊ അവര് നമ്മളപ്പം പ്രതിഷ്ഠിക്കപ്പെടുക കല്ലില്. ദേവതയുടെ എന്തെടുത്ത് പ്രതിഷ്ഠിക്കും? ദേവതയുടെ പ്രാണൻ സൂക്ഷ്മ പ്രാണ പ്രതിഷ്ഠയാണെന്നാണോ? അപ്പൊ അത് നടക്കൂലെന്നാ പറയുന്നത്. അതായത് ദേവതയെ സൂക്ഷ്മ പ്രാണം സ്ഥൂല പ്രാണം ഒന്നും പിടിച്ചു തരാൻ പറ്റത്തില്ല. അത് ഞാൻ അത്രയും പിറകോട്ട് പോയിട്ട് ഇത് അന്വേഷിക്കാൻ കാരണം അതാ. സ്ഥൂലപ്രാണം വ്യവഹരിക്കുന്ന സൂക്ഷ്മ പ്രാണൻ ഉള്ള സ്ഥലത്താ. ടീക്കെ? ഒരു കഷ്ണം എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇതിന് മുന്നേ തന്നെ ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞിട്ട്, പ്രാണം പോകുമ്പോൾ മാത്രമേ, അതായത് മരിക്കുമ്പോൾ മാത്രമേ പ്രാണന് പോകാൻ പറ്റത്തുള്ളൂ. ഈ മൂക്കിലൂടെ പോയും വരുന്നത് ഏതാ? സ്ഥൂലപ്രാണനാണ്. സ്ഥൂലപ്രാണൻ സൂക്ഷ്മപ്രാണന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. കല്ലിലേക്ക് ഇത് എടുത്തെറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ജീവിപ്പിച്ചില്ല? എത്ര പേര് മരിച്ചു? ഇനി ഇതിന്റെ പിറകെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതായത് ചിലരുടെ അഭിപ്രായത്തില് എന്താണ്, പ്രാണൻ കൊടുക്കുന്നില്ല, സങ്കല്പം മാത്രമാണ്. ചിലര് പറഞ്ഞല്ല 14 പ്രാവശ്യം കൊടുക്കും, അതിലൊരു 4 ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ 16 കഴിഞ്ഞ് അത് 4 ഓരോന്നോരോന്നെടുത്താൽ അതിൽ 4 കിട്ടത്തുള്ളൂ. അപ്പം 16 4 20 വട്ടം ഈ പ്രാണപുരുഷൻ നടത്തിയ ആളെടുത്ത് പിന്നെ പ്രാണൻ ഉണ്ടാവില്ല. അങ്ങനെ ചത്തുകൊണ്ടതാ. ഈ കഥയൊന്നും കൊണ്ടുവരല്ലേ. വേദാന്തം മനസ്സിലാവുന്ന ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. അവർക്ക് ഈ കാണുന്ന ലോകത്തിനോട് അതായത് അധ്യാസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധ്യാസമാകും, കുറച്ച് ശരിയാവും എന്ന് പറയാൻ പറ്റുമോ?
ഇല്ലല്ലോ. എടാ ഈ ശരീരത്തിൽ തന്നെ അഡ്ജസ്റ്റ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ രാമകൃഷ്ണന്റെ കഥകളിലുണ്ട്, ആരോ പുൽത്തകിടിയിലൂടെ നടന്നപ്പോൾ അങ്ങേർക്ക് നെഞ്ചുവേദനയായി എന്ന്. എടാ സ്വന്തം ശരീരത്തിലെ അധ്യസിച്ച് ബുദ്ധിമുട്ടിരിക്കുക, അന്നപ്പോഴാണ് പുൽത്തകിടിയിൽ കയറി അധ്യസിക്കുന്നത്. ഇത്ര അധ്യാസം ഉണ്ട്, എവിടുന്ന് ജ്ഞാനിയായി? കാരണം എത്രയും അധ്യാസം ഉണ്ട് അത്രയും അജ്ഞാനം കൂടുതൽ എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ കണ്ട പല ഗുരുക്കന്മാർക്കും ജ്ഞാനം ഇല്ലായിരുന്നുള്ള സുഖസുന്ദരമായിട്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കാനാണ് ശാസ്ത്രം. ശാസ്ത്രം കണ്ണു തുറപ്പിക്കാനുള്ളതാണ്. ശരി, ഇത് പഠിച്ചിട്ടും കണ്ണു തുറക്കാതിരിക്കുന്നുണ്ട് ശാസ്ത്രത്തിന്റെ കയറാറില്ല, തന്റെ മൂഢത അത്രയും കൂടുതലുള്ളത് കൊണ്ടാണ് ഇത് തലേ കയറാത്തത്. അല്ലേ? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. ഓം ശാന്തി ശാന്തി. നമോ നാരായണായ.